കൊരിന്ത്യർക്ക് 2 ലേഖനം പൗലോസ് എഴുതി. പകല് വരാത്തവരുടെ അറിവിന് ഓടിച്ചെന്ന് പോകയാ. 1-ാം ലേഖനം നമുക്കറിയാം 16 അധ്യായങ്ങൾ. വേഗത്തിൽ പഠിപ്പാൻ 1-ാം അധ്യായത്തിൽ പക്ഷം പിടിക്കുന്നു, 2-ാം അധ്യായത്തിൽ ഉപദേശം കൈക്കൊള്ളുന്നില്ല, 3-ാം അധ്യായത്തില് പിണക്കവും ഈർഷ്യയും ഇരിക്കുന്നു, 4-ാം അധ്യായത്തില് അറിവ് ചീർപ്പിക്കുന്നു, 5-ാം അധ്യായം ജാതികളുടെ ഇടയിൽ പോലും ഇല്ലാത്ത കാര്യങ്ങൾ സഭയ്ക്കകത്ത്, 6-ാം അധ്യായത്തിൽ വ്യവഹാര വിഷയം, 7-ാം അധ്യായത്തിൽ കുടുംബ പ്രശ്നം, 8-ാം അധ്യായത്തിൽ വിഗ്രഹാർപ്പിതം സംബന്ധിച്ച് ഭക്ഷിക്കാമോ ഭക്ഷിക്കാൻ പാടില്ലയോ, 9-ാം അധ്യായത്തിൽ പൗലോസിന്റെ അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്യുന്നു, 10-ാം അധ്യായത്തിൽ വിഗ്രഹാരാധനയും പിറുപിറുപ്പും, 11-ാം അധ്യായം ഫാഷനും തിരുമേശയുടെ ഉപദേശവും, 12-ാം അധ്യായം കൃപാവരങ്ങളെ പറ്റി അറിവില്ലാതിരിക്കരുത്, 13-ാം അധ്യായം ദൈവസ്നേഹം, 14-ാം അധ്യായം കൃപാവരങ്ങൾ വിനിയോഗിക്കേണ്ട വിധം, 15-ാം അധ്യായം കർത്താവിന്റെ മടങ്ങിവരവും വിശുദ്ധന്മാരുടെ ഉയർപ്പും രൂപാന്തരവും, 16-ാം അധ്യായം കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കുന്ന കാര്യമാണ്. അതിലെ 1-2 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു വരിക. 1-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയത്തിലൊന്ന് പക്ഷം പിടിക്കുന്നു. സഭയ്ക്കകത്ത് പക്ഷം പിടിപ്പിക്കുന്നു. അപ്പൊല്ലോസിന്റെ പക്ഷം, പൗലോസിന്റെ പക്ഷം, കേബാബിന്റെ പക്ഷം, പിന്നെ ചിലര് ക്രിസ്തുവിന്റെ പക്ഷം. ഇത് ശരിയല്ല. ഞാന് പകൽ ഓർപ്പിച്ചല്ലോ, നിങ്ങൾ വന്നവർക്കറിയാം, നിങ്ങൾക്കും അറിയാം വചനം. സഭ പക്ഷം പിടിക്കാനുള്ള സ്ഥലമല്ല. സ്തോത്രം. സഭയിൽ വരുന്നത് ദൈവത്തെ ആരാധിക്കാനാ. ഒരാഴ്ച മുഴുവൻ ദൈവം നമ്മെ നടത്തി, ദൈവം നമ്മെ സൂക്ഷിച്ചു. അപ്പോൾ ആ ദൈവത്തെ ഇത് കൊള്ളാം, ഇങ്ങനെ ഇരിക്കട്ടെ, ഇനിയും ഇതിലൊന്നും ചെയ്യരുതേ. അപ്പോൾ സഭയിൽ വരുന്നത് ദൈവത്തെ ആരാധിക്കാനാ. ഒരാഴ്ച മുഴുവൻ ദൈവം നമ്മെ സൂക്ഷിച്ചു. നമ്മൾ ഒന്നിച്ചു കൂടി ദൈവത്തിന് മഹത്വം കരയേറ്റുകയും ദൈവത്തെ സ്തുതിക്കുകയും, വിശേഷിച്ച് ഈ ആരാധനയുടെ പ്രധാനപ്പെട്ട ഭാഗം തിരുമേശ. അത് മിക്കയിടത്തും ഇല്ല. പണ്ട് ടി.ജി. ഉമ്മച്ചൻ അവർകൾ പറയുമായിരുന്നു, തിരുമേശ ഇല്ലാത്ത ആരാധനയല്ല. എല്ലാവരോടും ഇങ്ങനെ ഒന്നിച്ച് കൂടുന്നേ ഉള്ളൂ, മിണ്ടുന്നില്ല. ചില സഭകളിൽ മാസത്തിൽ ഒന്നേ ഉള്ളു, അതും വളരെ ബുദ്ധിമുട്ടിയാ നടത്തുന്നത്. അതൊന്നും ആരാധനയല്ല, ആൾക്കാരെല്ലാം കൂടെ കൂടി പോകുന്നേ ഉള്ളൂ. ചിലയിടത്ത് പ്രധാനപ്പെട്ട ആള് വർഷത്തിലോ മാസത്തിലോ വരുമ്പോൾ ആ ഒരു തിരുമേശ നടത്തുക. അതെല്ലാം പരുവക്കേടാ. ആരാധനയുടെ പ്രധാനപ്പെട്ട ഭാഗമാ തിരുമേശ. തിരുമേശ ഇല്ലാത്ത ആരാധനയല്ല. ഞങ്ങളെല്ലാം കൂടെ ഞായറാഴ്ച കൂടുന്നെന്ന് പറയുന്നതാ നല്ലത്. പരുവക്കേടായല്ലോ. കാരണം തിരുമേശ നടക്കുമ്പോൾ അതാണ് ഏറ്റവും ശ്രേഷ്ഠമേറിയ ആരാധന. നമ്മുടെ പാപത്തെയും ശാപത്തെയും രോഗത്തെയും സകല കെടുതികളെയും മാറ്റുവാൻ നമുക്ക് വേണ്ടി ജീവനെ തന്ന പങ്കപ്പാട് സഹിച്ച നമ്മുടെ കർത്താവ്, അവിടുത്തെ തിരുരക്തം നമുക്കായി ചീന്തി, തിരുശരീരം നമുക്കായി നുറുക്കപ്പെട്ടു. അതിന്റെ സ്മരണയാണ് അപ്പവും ദ്രാക്ഷാരസവും. അതില്ലാത്ത ആരാധനയല്ല. ഞാൻ ആ ഭാഗത്തോട്ടൊന്നും പോകുന്നില്ല, വെറുതെ അലോഗ്യം ഉണ്ടാക്കുന്നില്ല. കേട്ടിട്ടുണ്ട്, ടി.ജി. ഉമ്മച്ചൻ അവർകൾ ഒരിക്കലെ ആഞ്ചലിത്താനത്ത് ഒരു സഭായോഗത്തിന് സംബന്ധിച്ചു. വർഷങ്ങൾക്ക് മുമ്പാ. അപ്പൊ അദ്ദേഹം അല്പം നേരത്തെ ചെന്നു. അപ്പൊ അന്ന് അവിടെ അങ്ങ് സഭായോഗം കൂടണം, ആരാധന കൂടണം. അദ്ദേഹം നേരത്തെ ചെന്നിരുന്നു. ഇന്നത്തെ പോലെ വാഹന സൗകര്യം അത്ര സുലഭമല്ല. അപ്പോൾ സഭായോഗം തുടങ്ങുന്നതിന് മുമ്പായിട്ടും തിരുമേശ ഒരുക്കി വെച്ചിട്ടില്ല. അപ്പോൾ അവിടുത്തെ ശുശ്രൂഷകനെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, തിരുമേശ ഇല്ലയോ എന്ന് ചോദിച്ചു. അപ്പൊ എല്ലാ ആഴ്ചയിലും ഇല്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആരാധനയ്ക്ക് വന്നതാ, അതുകൊണ്ട് ഞാൻ ആരാധന ഉള്ളിടത്തോട്ട് പോവാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായി കാണും ചിലർക്ക്. നിങ്ങളെല്ലാരും കൂടെ ഞായറാഴ്ച ഇവിടെ കൂടി വരുന്നേ ഉള്ളൂ, നിങ്ങൾ കൂടിക്കോ, ഞാൻ ആരാധന ഉള്ളിടത്തോട്ട് പോവുക. അത് ഞാൻ പറഞ്ഞ കാര്യം ചിലർക്ക് ബോധ്യപ്പെട്ട് കാണും. കർത്താവിനെ ആരാധിക്കുക.
രാവിലെ അത് വന്ന് കാണുകയോ ഒരുക്കി വെക്കുകയും ചെയ്യുമ്പോ തന്നെ ചെല്ലു പറഞ്ഞ് എല്ലാ ആഴ്ചയിലും നടത്തിയ ഇതിന്റെ ബഹുമാനം നഷ്ടപ്പെടുമെന്ന്. നിനക്ക് വട്ടാ. നമ്മൾ എപ്പോഴും ശ്വാസം വിടുന്നുണ്ട്, ബഹുമാനം പോവാന്നോ? ഓ, എപ്പോഴും വിടുക, ഈ ആഴ്ച വിടുന്നില്ല. ഇല്ലല്ലോ. ആട്ടെ, ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ കർത്താവിനെ ഓർക്കുകയും കഷ്ടാനുഭവങ്ങളെ ഓർക്കുകയും അവിടുത്തെ വ്യഥകളെ നമ്മൾ ഓർക്കുകയും അവിടത്തേക്ക് നന്ദി കരേറ്റുന്ന സമയമാ. സ്തോത്രം. ആ തിരുമേശ കാണുമ്പോ തന്നെ പുറകോട്ടൊന്ന് ചിന്തിക്കണം. നമുക്ക് വേണ്ടി ഒരുവൻ യാഗമായി തീർന്നു. നമ്മിലേക്കൊന്ന് ചിന്തിക്കണം. നാം ഇതിന് യോഗ്യരല്ലായിരുന്നു, പക്ഷെ അവിടുന്ന് നമ്മളെ യോഗ്യരാക്കി തീർത്തു. മുന്നോട്ട് ചിന്തിക്കുമ്പോൾ കർത്താവ് വരുവോളം നമ്മുടെ കർത്താവ് വരാൻ പോവാ. അപ്പൊ ഇതൊക്കെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോ തന്നെ വളരെ അനുഗ്രഹമാണ്. ആട്ടെ, ഞാൻ ഇടയ്ക്ക് കയറി ഒന്ന് പറഞ്ഞതേ ഉള്ളപ്പോൾ സഭയ്ക്കകത്ത് വരുന്നത് പക്ഷം പിടിക്കാനല്ല, ഗ്രൂപ്പിസം ഉണ്ടാക്കാനല്ല സഭയ്ക്കകത്ത് വരുന്നത്. ഒരാഴ്ച മുഴുവൻ നമ്മെ സൂക്ഷിച്ച് പരിപാലിച്ച നമ്മുടെ കർത്താവിന് മഹത്വം കരേറ്റുവാനും കർത്താവിനെ ആരാധിപ്പാനും അവിടുത്തെ സ്തുതിപ്പാനുമാണ് നമ്മൾ ഒന്നിച്ചു കൂടുന്നത്. അപ്പോൾ ഇവിടെ ഇവര് പക്ഷം പിടിക്കുന്നു. നമ്മൾ പകല് ചിന്തിച്ചല്ലോ, അത് പാടില്ല. സഭയ്ക്കകത്ത് ഗ്രൂപ്പിസം, പാനലിസം ഒന്നും പാടില്ല. ശൗല് മരിച്ചു കഴിഞ്ഞപ്പോൾ പാനല്, യോവാബിന്റെ പാനലും പകല് വന്നവര് പറ ഉറക്കെ പറഞ്ഞു. അബ്നേരിന്റെ പാനലും, ശൗലിന്റെ കസിനാണ് അബ്നേര്. ശൗലിന്റെ അപ്പൻ കീശ്, കീശിന്റെ ബ്രദർ നേരിന്റെ മകൻ അബ്നേര്, കീശിന്റെ മകൻ ശൗല്. അപ്പോൾ അബ്നേരാണ് ഈ വശത്തെ പാനലിന്റെ നേതാവ്. അപ്പുറത്തെ പാനല് യോവാബ്, ദാവീദിന്റെ പെങ്ങടെ മകൻ. ശൗല് മരിച്ച് ഇവര് ഗിബയോൻ കുളത്തിന്റെ സമീപത്ത് വന്നപ്പോൾ ആ പറഞ്ഞത്, ഇപ്പൊ ടൈം ഒത്തിരി ഉണ്ടല്ലോ, ബാല്യക്കാരൊന്ന് കളിക്കട്ടെ, ടൈം ഉണ്ടല്ലോ. യോവാൻ പറഞ്ഞു, നല്ലതാ, ഒന്ന് കളിക്കുന്നത് കളിക്കട്ടെ. അങ്ങനെ കളി തുടങ്ങി. എണ്ണമൊത്ത് 12 പേര് വെച്ച് എഴുന്നേറ്റു. പകൽ നമ്മൾ ചിന്തിച്ചാ നിങ്ങൾക്ക് അറിയാം, മറുഭാഗ അവരിപ്പുറത്തും ഇവരപ്പുറത്തും പാനല് 12 പേര് എണ്ണമൊത്ത് എഴുന്നേറ്റു. ഓരോരുത്തനെ നേർക്ക് കളി തുടങ്ങി. കളി കാര്യമായി. ഓരോരുത്തന്റെ മുടിക്ക് കയറി പിടിച്ചു. മുടിക്ക് പിടിച്ചാൽ ഈ വൈരാഗ്യത്തോടെ പിടിക്കുന്നതല്ലേ, സുഖപ്രദമല്ല, വേദനയാണ്. ഈ പാനല് കളിക്കുമ്പോൾ ഓർത്തോണം, അത് സുഖപ്രദമല്ല, വേദന ഉളവാക്കുന്നതാണ്. ഇപ്പൊ ഞാനും ബെൻസി പാസ്റ്റർ 2 പാനലാണെങ്കിൽ എനിക്ക് ഈ സ്ഥാനം കിട്ടണമെങ്കിൽ ഏത് വിധേനയും ഞാൻ അദ്ദേഹത്തെ വേദനിപ്പിക്കും. വാക്കുകൊണ്ടാണ്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ടാണ്, പ്രവൃത്തി സംസാരത്തിലാണ്, അങ്ങനെ അത് വേദനിപ്പിക്കും. അപ്പോൾ അങ്ങനെ മുടിക്കുത്തിന് കയറി പിടിച്ചു വേദനിപ്പിച്ചു. നേർക്ക് നേരെ അടുത്തോ വേദനിപ്പിച്ച് ആയുധം കുത്തിക്കയറ്റി. അങ്ങനെ ഒരു ദിവസം 24 പേര് പട്ടു. ചെറിയ കളിയാണ്. 24 പേര് പട്ടു. സ്തോത്രം. ഓടിച്ചു വായിക്കുമ്പോൾ 24 പേര് പട്ടുപോയി എന്നൊരു ചിന്തയിലങ്ങ് വായിച്ചു വിടും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, 24 പേര് പട്ടുപോകുമ്പോൾ 24 പേർക്ക് മാത്രമല്ല, 24 കുടുംബങ്ങളാ ബുദ്ധിമുട്ടുന്നത്. സഭയ്ക്കകത്ത് 2 പേരായിരിക്കും പാനല്. അത് ചിലപ്പോൾ മിക്കയിടത്തും ഈ കുടുംബപ്പോരുണ്ട്. നിരപരാധികൾ ധാരാളം വന്ന് ദൈവത്തെ ആരാധിക്കും. ഈ സഭയിലെ കൂടി വരുന്നവരാരെങ്കിലും കസേരയിൽ ഇരിക്കുന്നുണ്ടോ? അവര് മുന്നോട്ട് വന്നിരിക്കെ. തീരെ ആവതില്ലാത്തവർ അവിടെ ഇരുന്നു. ഒന്ന് എഴുന്നേറ്റ മക്കളെ, ഇച്ചിരി ഇങ്ങോട്ട് കയറുന്നത്. ബെൻസി പാസ്റ്റർ ഇങ്ങോട്ട്, ഇവിടോട്ട് കസേര കിട്ടു. അല്ല, അവിടോട്ട് ഇട്ടു. അവിടോട്ട് ഇങ്ങോട്ട് എഴുന്നേറ്റ് വാ. നേരം കരുതേ, ഇങ്ങോട്ട് എഴുന്നേറ്റ് വാ മോൻ. ഇങ്ങോട്ട്
ഡേ ഇങ്ങോട്ടോ, മലയാളം അറിയോ? ഇത് കയറിയിരിക്കും. അവിടെ കിടന്ന് നിരങ്ങാതെ മുന്നോട്ട് കയറിയിരിക്കാൻ. ചൂടങ്ങോട്ട് കയറി. ആ ആ ഒരു ലൈനായിട്ടിരിക്കുക. ഈ ലൈനിലോട്ട് കയറിയിരിക്കും. ഇതിപ്പം സിനിമാ കോട്ട പണിയും വേണം അഭിനയിച്ചും കാണിക്കണമെന്ന് പറഞ്ഞ പോലെ കയറി. അങ്ങനെ 4 പേരിരിക്കാൻ. അത് 3 ഉള്ളു. ഒന്നുകൂടെ കയറിയിരിക്കുമ്പോഴേ 4 ആകുന്നേ. അങ്ങോട്ട് കയറിയിരിക്കും. നിരങ്ങരുതെന്ന് കേറിയിരിക്കേ. 4 പേരിരുന്ന്. സഹോദരി ഇങ്ങോട്ട് കയറിയിരിക്കാൻ. അവിടെ നിൽക്കാതെ അവിടോട്ടിരിക്കേ. 4 പേര് ഒരേ ലൈനിലിരിക്കും. ആ സഹോദരി അല്പം അവിടെ മുന്നോട്ട് കയറിയിരിക്കും. 4 പേര് വെച്ചായിരിക്കും അതിനിടെ കയറി അങ്ങനെ ഇരിക്കാന്. ഇനി അവിടെ വരുന്നവരായിരിക്കും. ഇനി ആരെങ്കിലും വന്ന് അവിടെ ഇരുത്തണം. കസാര ഇരിക്കുന്നൊക്കെ അവിടെ ഒരു കസാര ഉണ്ട്, ഇരിക്കുന്നു. ഇങ്ങോട്ട് പോയി അവിടെ കൊണ്ടുവരുന്നുണ്ട്. തീരെ ആവതില്ലാത്തവർക്ക് കസാര കൊടുക്കണേ. അവിടോട്ട് കൊടുക്ക്. നിങ്ങൾ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും പ്രയാസം ഉള്ളവർക്ക് കസാര തരാം. 9 വരെ ഇങ്ങനെ ഇരിക്കണം. കരമുയർത്തി ദൈവത്തിന് മഹത്വം കരയിട്ടിയാട്ടെ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടിയാട്ടെ. എത്ര നാൾ ചതിച്ചു കൊള്ളും പിശാചി ലോകം, എത്ര നാൾ ഭരിച്ചു കൊള്ളും, എത്ര നാൾ പറഞ്ഞും കൊള്ളും അപവാദങ്ങൾ ശുദ്ധിമാന്മാരുടെ മേലും. കർത്താവെ നോക്കി കാണുക പാർത്തലത്തിൻ ദുരിതം, കർത്താവെ നോക്കി കാണുക പാർത്തല. സാത്താന്റെ ധിക്കാരത്തെ നീക്കുവാനായി പ്രിയ, സാത്താന്റെ ധിക്കാരത്തെ നീക്കുവാനായി പ്രിയ. കാന്താതാമസം എന്താകോ വന്നിടാനേശോ, കാന്താതാമസം ഗാന്ധാതാമസം എന്താകോ വന്നിടാനേശോ, ഗാന്ധാ. കരമുയർത്തി ഒരിക്കൽ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. അപ്പൊ ശ്രദ്ധിക്കുക, 24 കുടുംബത്തിലാണ് പ്രശ്നം വന്നിരിക്കുന്നത്. 2 വ്യക്തികൾ തമ്മിലായിരിക്കും ചില സഭയ്ക്കകത്ത് പ്രശ്നം. പക്ഷേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് 100 കണക്കിന് പ്രിയപ്പെട്ടവരാ. എന്നേക്കാൾ അനുഭവ സമ്പത്തുള്ളവർ എന്നെ കേൾക്കും. ചില സഭകളിലൊക്കെ 2 കുടുംബക്കാർ തമ്മിലുള്ള പോരാ. പക്ഷെ നിരപരാധികൾ എത്ര എണ്ണമാ ബുദ്ധിമുട്ടുന്നേ. സ്തോത്രം. ചിലപ്പോ 2 ബിസിനസ്സുകാർ ഒരു സഭയെ കാണും, അവര് തമ്മിലുള്ള പ്രശ്നമാ. നിരപരാധികളെല്ലാം കടന്ന് ക്രൂശിക്കപ്പെടുക. പണ്ടൊരു സഭയില് 2 പ്രവാചകിമാരുണ്ടായിരുന്നു. 2ഉം കൊമ്പായിരുന്നു. സ്ഥലവേദ സഭ ഏതാണെന്ന് ഞാനിപ്പോ പറയത്തില്ല. ഇവര് തമ്മിലുള്ള പ്രശ്നമാ. എത്ര പേരാ ബുദ്ധിമുട്ടുന്നത്. യോബാബും അബ്നേരും തമ്മിൽ ചെറിയൊരു കളിക്കാൻ എഴുന്നേറ്റതാ. അപ്പോൾ 12 പേര് വെച്ച് എണ്ണമൊത്ത് എഴുന്നേറ്റ് ഓരോരുത്തരും എതിരാളിയുടെ മുടിക്കുത്തിന് പിടിച്ച് ആയുധം പള്ളെ കയറ്റി അന്ന് തന്നെ 24 എണ്ണം പട്ടു. 24 എണ്ണം എത്ര കുടുംബമാക്കണമെന്ന് കുഴയുന്ന. നിങ്ങൾ ആ ഭാഗം പഠിക്കുമ്പോൾ ഈ കളി കാര്യമായി അന്യോന്യം വേദനിപ്പിച്ചു. ആയുധം കയറ്റി പട്ടുപോയി. 24 എണ്ണം വീണു. ആ 24 പേര് പട്ടുപോയപ്പം കളി നിർത്തണ്ടേ? മതി. 2 ഭാഗത്തും അപാകതയുണ്ട്, പാളിച്ചുകൊണ്ട് നിർത്തിയേക്കാം. ഇനി മേല് വേണ്ട.
അതല്ലേ ചെയ്യണ്ടേ? ചെയ്തില്ല. തിരുവചനം നിങ്ങളെ പഠിച്ചാൽ താഴോട്ട് പഠിക്കുമ്പോൾ അറിയാം, 24 പേര് പട്ടുപോയി, പ്രശ്നം രൂക്ഷമായി. അസാഗേല് ശീഘ്രഗാമി, കാട്ടുകലയെ പോലെ ശീഘ്രഗാമി, യോവാബിന്റെ ബ്രദറാ, അവൻ അബ്നേരിനെ പിന്തുടർന്നു. നേരിന്റെ മകൻ അബ്നേരിനെ പിന്തുടർന്നു. അപ്പോൾ അബ്നേരിനോട് പറഞ്ഞു അസാഗേല് പുറകെ വരുന്നെന്ന്. അപ്പൊ അബ്നേര് ഓടിപ്പോയപ്പം തിരിച്ചു പറഞ്ഞടാ, വേണ്ട വേണ്ട വേണ്ട, തിരിച്ചു പോ, ഞാനില്ല, നിർത്തി, പോകുകയല്ല. പുറകെ പിന്തുടർന്നു. ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ അബ്നേരിനെ തകർത്തു. അബ്നേര് മരിച്ചു. എന്ത് ബുദ്ധിമുട്ടുണ്ടായി. അബ്നേര് അസാഗേലിനെ കൊന്നു. അപ്പൊ അസാഗേല് അബ്നേരിനെ പിന്തുടർന്നപ്പോ അബ്നേര് പറഞ്ഞു, പോ, വാളപ്പളം ഗുണം വരുത്തുകയല്ല, നീ തിരിച്ചു പോ. അസാഗേലെ, ഞാൻ നിന്നെ കൊന്നാ പിന്നെ ഞാൻ യോവാബിന്റെ മുഖത്ത് എങ്ങനെ നോക്കും? അതെനിക്ക് ബുദ്ധിമുട്ടാ, നീ പോ, മതി, നിർത്ത്. പോവുകയല്ല. അസാഗേല് അബ്നേരിന്റെ പുറകെ ചെന്നു. ഒടുവിൽ അബ്നേര് അസാഗേലിനെ കൊന്നു. അബ്നേരങ്ങ് പോയി ബെന്യാമീന്റെരുമായിട്ട്. ഈ കാട്ടുകല പോലെ ശീഘ്രഗാമിയും അസാഗേലും മിടുക്കനാ. അവനെ വഴിയിൽ രക്തം മാർന്ന് കിടക്കുക. പുറകെ വന്നവർ നോക്കി, അവര് സ്തംഭിച്ചു നിന്നു. പിന്നെ സന്ധ്യ ആയതുകൊണ്ട് യുദ്ധം നടന്നില്ല. ഒരു ചെറിയ പരിഹാരം വന്നെങ്കിലും ആ കളി ഇങ്ങനെ അകത്ത് നിൽക്കുക. പിന്നത്തേതിൽ അബ്നേര് ദാവീദിനെ കാണാൻ വന്നു, രമ്യതപ്പെടാൻ. ദാവീദ് ഭക്ഷണമൊക്കെ കൊടുത്ത് സന്തോഷത്തോടെ ഇവർ പോയി. അബ്നേര് ദാവീദിനെ കണ്ടേച്ച് തിരിച്ചിറങ്ങി. അപ്പൊ യോവാബും ആൾക്കാരും പടയ്ക്ക് പോയിട്ട് കൊള്ളയായിട്ട് വന്നു. അപ്പൊ കേട്ടു, അറിഞ്ഞു, അബ്നേര് ദാവീദിനെ കണ്ടേച്ച് പോയി. അപ്പൊ യോവാബിന് ഈ ചൊരുക്കകത്തിരിക്കുക, സഹോദരനെ കൊന്ന ചൊരുക്ക്. എന്ത് പറ്റുവാന്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഈ പരുവത്തിൽ നിൽക്കട്ടെ. എന്റെ കുഴപ്പമാണോ മൈക്കിന്റെ കുഴപ്പമാണോ? മൈക്കിന്റെയാ. ചാർജിന്റെ ആണോ? അതല്ല പിന്നെ ഈ മൈക്ക് എടുത്താലോ? അപ്പൊ ഇനി എനിക്കാണോ ചാർജ് ഇല്ലാത്ത? അപ്പൊ ശ്രദ്ധിച്ചേ, ഇങ്ങനെ നിൽക്കട്ടെ, ഈ പരുവത്തിന് നിൽക്കട്ടെ. അപ്പോൾ അബ്നേര് ദാവീദിനെ കണ്ട് ഇറങ്ങിപ്പോയ കാര്യം യോവാബ് പറഞ്ഞു. അപ്പൊ യോവാബ് പറഞ്ഞു, നീ എന്തിനാ അവനെ വെറുതെ വിട്ടത്? അവൻ നിന്റെ വരവും പോക്കും ഇരിപ്പും പ്ലാനും അറിയാൻ വന്നവനാ. അപ്പൊ ഇതത്ര കാര്യമാക്കിയില്ല. യോവാബ് പുറകെ ചെന്ന് അബ്നേരിനെ കൊന്നു. ഒരു ചെറിയ കളി തുടങ്ങിയതാ, അബ്നേരിനെ കൊന്നു. അബ്നേര് മരിച്ചെന്ന് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ ദാവീദ് വാവിട്ട് കരഞ്ഞു. ദാവീദ് പറയുന്നൊരു പദമുണ്ട്, ഇന്ന് ഇസ്രായേലിൽ ഒരു വീരനും മഹാനുമായവൻ പട്ടുപോയത് നിങ്ങൾ അറിയുന്നില്ലയോ? ഞാൻ രാജാഭിഷേകം പ്രാപിച്ചെങ്കിലും ഇന്ന് ഞാൻ ബലഹീനനാ. 3:10 വന്ന് വായിച്ചേ. അയ്യോ അല്ലേ? ഏതാ? വായിച്ചോ. 38 സോറി, 3:38. രാജാവ് തന്റെ ഭൃത്യന്മാരോട്, ഇന്ന് ഇസ്രായേലിൽ ഒരു പ്രഭുവും മഹാനുമായവൻ പട്ടുപോയത് നിങ്ങൾ അറിയുന്നില്ലയോ? ഞാൻ രാജാഭിഷേകം പ്രാപിച്ചവൻ എങ്കിലും ഇന്ന് ഞാൻ ബലഹീനനാ. ഉണ്ടോ? ഒരു ചെറിയ കളിയിൽ തുടങ്ങിയതാ. ഏതെല്ലാം മേഖലകളിൽ ഏതെല്ലാം വിഷയങ്ങളാ സംഭവിക്കുന്നത്. സ്തോത്രം. ദാവീദ് പാടുക, ഞാൻ രാജാഭിഷേകം പ്രാപിച്ചവനെങ്കിൽ ഇന്ന് ഞാൻ ബലഹീനനാ.
അപ്പോൾ അബ്നേര് മരിച്ചു. യോവാബ് അബ്നേരിനെ കൊന്നു. തീർന്നില്ല. ദാവീദ് മരിക്കാറായപ്പോൾ ശലോമോനെ വിളിച്ചു പറഞ്ഞു, എടേ നിനക്കറിയാൻ മേലാത്ത ഒന്ന് രണ്ട് കാര്യം പറയാം. ബർസില്ലായിയുടെ മക്കളോട് ദയ ചെയ്തോണം. ഗേരയുടെ മകന് ശിമൈ, അവൻ പണ്ട് എന്നെ പ്രാഗിയതാ. പിന്നെ അന്ന് സെൻട്രൽ പാസ്റ്ററും ഒക്കെ വന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ രമ്യതപ്പെട്ടു. എനിക്ക് നിന്നോടൊന്നുമില്ല, നിനക്ക് എന്നോട് ഒന്നുകൊണ്ട് അങ്ങ് ക്ഷമിക്കണം, ദൈവനാമത്തിൽ ക്ഷമ ഒതുക്കുന്ന പറഞ്ഞ് ഞങ്ങൾ ഇരുന്നതാ. പക്ഷെ അവനെ ഒതുക്കിയാക്കാൻ പറഞ്ഞു. അതൊക്കെ പിന്നെ അന്ന് ഉപവാസ പ്രാർത്ഥന തുടങ്ങിയത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പറഞ്ഞതുള്ള, അകത്തിൽ നിന്നൊന്നും പോയിട്ടില്ലെന്ന് പറഞ്ഞു. നമ്മുടെ മിക്ക യോഗങ്ങളും അങ്ങനെയാണല്ലോ. ഞാനും പറയാറുണ്ട്, ചെയ്യാറുണ്ട്. ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമോ ബുദ്ധിമുട്ടുണ്ടല്ലോ എഴുന്നേറ്റ് ഉപവാസ പ്രാർത്ഥന തുടങ്ങുക അന്യോന്യം. അപ്പം നല്ല പാര വെച്ചു എഴുന്നേറ്റ് പറയും, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ദൈവം അനുവദിച്ചാൽ ഞാനും ഉപവസിക്കാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് ആരോടൊന്നുമില്ല, എന്നോട് എന്തെങ്കിലും ഉണ്ട് ടിൻ. വെറുതെ പറയുന്ന. അപ്പൊ അന്ന് ഈ ശിമയെ ആയിട്ട് ദാവീദ് രമ്യതപ്പെട്ടതാ. കാരണം ദാവീദ് യോർദാൻ കടവ് കിടന്ന് യെരൂശലേമിലേക്ക് പോകാൻ നിർത്തി ശിമയ്ക്ക് മനസ്സിലായി പരുവക്കേടാണ്. ശിമയി വന്നു, എന്റെ അച്ഛാ അന്നേരത്തെ ദുർബല നിമിഷത്തിൽ ഞാൻ രാഹു അലയ്ക്ക് അതാണ്ട് ചെയ്ത് അതെല്ലാം അങ്ങ് വിട്ട് കളഞ്ഞേക്ക്. അന്നേരം ഞാനങ്ങ് പറഞ്ഞു പോയി, ഒന്ന് ഓർക്കരുത്, ക്ഷമിക്കണേ. ദാവീദ് പറഞ്ഞ കുഴപ്പമില്ല ആട്ടെ. അതിന് പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, നീ വിട്ടു പോക്കോ, കുഴപ്പമില്ല. എന്നാൽ മരിക്കാൻ നേരത്തെ ശലോമോനെ വിളിച്ചു ദാവീദ് പറഞ്ഞു, നിനക്കറിയാൻ മേലാത്ത 2-3 കാര്യം പറയാം. ബർസില്ലായിയുടെ പിള്ളേരോട് ദയ ചെയ്യണേ. അവര് പണ്ട് എനിക്ക് ഭക്ഷണം തന്നതാ, അത് ഞാൻ മറക്കത്തില്ല. സ്തോത്രം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2:7 വായിച്ചേ. അതേതാ അപ്പൊ ഇതോ അതേതായിരുന്നു? കുഴപ്പമില്ല, വേദപുസ്തകത്തിൽ നിന്ന് ആയതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. നല്ലതാ. അപ്പൊ ശ്രദ്ധിച്ചേ, ഒന്നുകൂടെ വായിച്ചു. എന്നാൽ ഗിലെയാദിനായ ബർസില്ലായിയുടെ മക്കളോട് നീ ദയ കാണിച്ചോണം. അപ്പൻ പോകാൻ നേരത്ത് മകന് പറഞ്ഞു കൊടുക്കുക, ദയ കാണിക്കണം. കാരണം കൊച്ചുങ്ങളെല്ലാം നിന്റെ മേശയ്ക്ക് നിന്ന് ഭക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കണം. കാരണം നിന്റെ സഹോദരനായ നീ അബ്ശലോമിന്റെ മുമ്പിൽ നിന്ന് പണ്ട് ഞാൻ ഓടിപ്പോകുന്ന സമയത്ത്, നിന്റെ സഹോദരൻ അബ്ശലോം എന്റെ മകനാ, പക്ഷെ എന്നെ കൊല്ലാനൊരിക്കൽ വളരെ പരിശ്രമിച്ചവനാ. അവനെ പേടിച്ച് ഞാൻ ഓടി. മക്കളെ പേടിച്ച് ഓടുന്ന ധാരാളം അപ്പന്മാരും ഉണ്ട്. മക്കളെ പേടിച്ച് രക്ഷ ഉരിയാടാതിരിക്കുന്ന അപ്പന്മാരും ഉണ്ട്. മക്കളെ പേടിച്ച് കട്ടിലടി കയറിയിരിക്കുന്ന മാതാപിതാക്കളും ഉണ്ട്. ചെല്ലു പറയത്തില്ല, ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കാൻ അവൻ അവിടെ ഇരിപ്പോണ്ടെന്ന്. എന്തിനാന്നോ ഇങ്ങനെ ജീവിക്കുന്നത്? എടാ, അപ്പനാണ്, അപ്പന്റെ ബഹുമാനം അപ്പന് കിട്ടണം. അങ്ങനെ മലാക്കിൽ ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള അപ്പനാ ഭരിക്കേണ്ടത് അപ്പൻ തന്നെ, ദൈവം കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് പിള്ളേരെ ഉപദ്രവിക്കണമെന്നല്ല. അപ്പന്റെ ബഹുമാനമുണ്ട്, മക്കൾക്ക് മക്കളുടെ ബഹുമാനമുണ്ട്, ഭാര്യയ്ക്ക് ഭാര്യയുടേതായ ബഹുമാനമുണ്ട്, എല്ലാം ഉണ്ട്. അത് ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. അപ്പം അന്ന് നിന്റെ ജ്യേഷ്ഠനാകുന്ന അബ്ശലോമിനെ പേടിച്ച് ഞാൻ ഓടി. അന്ന് ഓടിപ്പോയപ്പോൾ അവരെനിക്ക് എന്നോട് അങ്ങനെ പെരുമാറി. എങ്ങനെ പെരുമാറി? ഭക്ഷണം എനിക്ക് തന്നെന്ന്. വായിച്ചേ 17:27 ശൗമേലിന്റെ 2-ാം പുസ്തകം. ഇത് മറക്കരുതേ, ശൗമേലിന്റെ 2-ാം പുസ്തകം 17:27 കണ്ണിക തുടങ്ങുന്നത്. പെട്ടെന്ന്
ദാവീദ് മഹനീമിലെത്തിയപ്പോൾ അമ്മോന്യരുടെ രബ്ബയിൽ നിന്ന് നാഗാശിന്റെ മകൻ ശോബി, ലോദേബാരിൽ അമ്മിയലിന്റെ മകൻ മാഗീർ, രൊഗേലിൽ നിന്ന് ഗിലെയാദനായ ബർസില്ല എന്നിവർ കിടക്കകളും കിണ്ണങ്ങളും മൺപാത്രങ്ങളും ദാവീദിനും കൂടെയുള്ള ജനത്തിനും ഭക്ഷിപ്പാൻ കോതമ്പ്, യവം, മാവ്, മലര്, അമരയ്ക്ക, പയറ്, പരിപ്പ്, തേൻ, വെണ്ണ, ആട്, പശുവിൻ പാൽക്കട്ട എന്നിവയും കൊണ്ടുവന്നു. ജനം മരുഭൂമിയിൽ വിശന്നും ദാഹിച്ച് പിടിക്കുമല്ലോ എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അതിൽ പ്രഥമനും പ്രധാനിയും ബർസില്ലായി. ദാവീദ് മഹനീമിൽ പാർത്തിരിക്കുമ്പോൾ അവിടെ ബർസില്ലായി കൊണ്ട് കൊടുത്തണ്ട. അപ്പോൾ അതിൽ പ്രഥമനും പ്രധാനിയുമായി ബർസില്ലായി കൊണ്ടുകൊടുത്ത ഭക്ഷണ പദാർത്ഥ പാനീയങ്ങളുടെ ലിസ്റ്റാ: കോതമ്പ്, യവം, മാവ്, മലര്, അമരക്ക, പയറ്, പരിപ്പ്, തേന്, വെണ്ണ, ആട്. നിങ്ങളെല്ലാം അങ്ങോട്ട് വാക്യം വിട്ടേ. വേണ്ട എല്ലാവരും വേറെ ദിവസം എടുക്കും. അത് നിർത്തിക്ക്. വേറെ ദിവസം എടുത്ത വേറെ ദിവസം എന്തിയാ വേറെ ദിവസം എന്തിയാ വേറെ ദിവസം എടുക്കല്ലേ. എല്ലാവരും വേറെ ദിവസം എടുത്ത് കൊണ്ടുവന്നിട്ടുള്ളവര് ജോലി കഴിഞ്ഞ് വന്നവര് ചില പോക്കത്തില്ല, നിങ്ങളെ ഒഴിവാക്കുക. ജോലിക്ക് പോയിട്ടൊരു യോഗത്തിന് കൂടാൻ നിർത്ത് അവരെ ബഹുമാനിക്കുന്നു. ഈ യോഗത്തിനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നീ വേറെ ദിവസമായിട്ട് വരണം. എല്ലാവരും വേറെ ദിവസം എടുത്ത് നോക്കിയിരിക്കുക. ഞാന് പഴയ പാട്ട് വല്ലതും ഇടുമ്പം അത് കാണിക്കണം, ഉണ്ടെങ്കിൽ അത് മതി. ഞാൻ കുറച്ചു നേരം കൊണ്ട് എല്ലാവരും അങ്ങോട്ട് നോക്കിയിരിക്കുന്നത് എന്നെയാന്ന് ഞാൻ ചിന്തിക്കുക. മലയാളം അറിയാൻ മേലാത്തവർക്ക് അടുത്തിരിക്കുന്നവർ പറഞ്ഞു കൊടുക്കണം അതിന്റെ റെഫറൻസ്. ചില പിള്ളേർക്ക് ഹിന്ദി അറിയുള്ളൂ, അല്ലെ ഇംഗ്ലീഷ് അറിയുള്ളൂ, എനിക്കിത് രണ്ടും അറിയത്തുമില്ല. അപ്പൊ അടുത്തിരിക്കുന്നവർ പറഞ്ഞു കൊടുക്കണം, ഇന്ന പുസ്തകം ഇന്ന അധ്യായം ഇത്ര മാക്കി വന്ന്. വേറെ പുസ്തകം എടുത്ത് വേറെ പുസ്തകം വായിച്ചെങ്കിലേ തിട്ടം വരുവുള്ളു. അല്ല കുന്തത്തിനകത്ത് നോക്കിയിരുന്നാലൊന്നും കാര്യം നടക്കുകയല്ല. ഇതെല്ലാം നല്ലതാ, പക്ഷേ വേറെ പുസ്തകം വായിക്കണം. വായിച്ചാൽ തിട്ടം വരും. ഏത് ഭാഗത്ത് ഏത് അധ്യായം എവിടാന്നൊക്കെ നമുക്ക് തിട്ടം വരും. അകത്ത് വചനം കയറണം, ഹൃദയം വചനം കൊണ്ട് നിറയണം. സങ്കീർത്തനക്കാരൻ പാടുക, എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത്, എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോൽ. നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ വചനം കൊണ്ട് നിറയണം. മനസ്സുയരുന്നതോ നന്മയേറും വചനത്തായൻ മനസ്സുയരുന്നതോ നന്മയേറും വചനത്താൽ ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥം ചെമ്മയോടറിയിച്ചിടുന്നു. ചിന്മയരാജനെ അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലം. അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലം. എന്തു പരിപൂർണയാമിവൾ അങ്ങിയും വസ്ത്രം പൊൻകസബു കൊണ്ടു നെയ്തതാ. എന്തു പരിപൂർണയാമിവൾ അങ്ങിയും വസ്ത്രം പൊൻകസബു കൊണ്ടു. എൻ മനസ്സുയരുന്നകോ നന്മയേറും വചനത്താൽ. എൻ മനസ്സുയരുന്നകോ നന്മയേറും വചനത്താൽ. എൻ മനസ്സുയരുന്നകോ നന്മയേറും അട നേരമില്ല. അപ്പോൾ നമ്മുടെ ഹൃദയം ദൈവവചനം കൊണ്ട് നിറയണം. കമ്പ്യൂട്ടർ നല്ലതാ, ഈ ഐപാഡ് അത് നല്ലതാ, മൊബൈൽ എല്ലാം നല്ലതാ. പക്ഷേ വേദപുസ്തകം വായിച്ച് തിട്ടമാക്കുന്ന നല്ലതാ. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോഴും ജോലി സ്ഥലത്തൊക്കെ ചില പുറത്തുനിന്ന് വരികയല്ല, അപ്പൊ അത് നോക്കിക്കോ. എന്നാലും ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോൾ അതാ കുറച്ചുകൂടെ. പിന്നെ പാസ്റ്റർമാരും ഒക്കെ തോണ്ടിയും മാന്തിയാ നിൽക്കുന്ന സഭായത്തിനും. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ടൊരു തമിഴ് സഹോദരൻ പറഞ്ഞതുപോലെ ശീലിച്ചു പോയി സാറേ സെറിപ്പെടുകയല്ല. ഒരു കാര്യം പറഞ്ഞാൽ യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും ഒരു ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ വേറെ പുസ്തകം എടുത്തുകൊണ്ട് നിൽക്കുന്നതാ അതിന്റെ യോഗ്യത. ആട്ടെ, അംഗീകരിക്കുന്നവർ അംഗീകരിക്കട്ടെ. എന്തായാലും തിരുവചനം അണ്ണാക്കിനും മധുരമാണ്. വചനം കേൾക്കുമ്പോ തന്നെ നമുക്ക് ചൈതന്യം ഉണ്ടാകും.
അപ്പോൾ ഇവിടെ പറഞ്ഞു, ഞാൻ ദാവീദ് മരണസമയത്ത് ശലോമോനോട് പറഞ്ഞു, മോനെ യോബ, അവിടെ പറയാ ബർസില്ലായിയുടെ പിള്ളേരോട് ദയമാണ്, അവരും എന്റെ കഷ്ടകാലത്ത് എനിക്ക് കൂട്ടായ്മ കാണിച്ചത്. കൊണ്ടുവന്ന സാധനങ്ങളാണ് ശമൂവേലിന്റെ 2-ാം പുസ്തകം 17-ാം അധ്യായത്തിന്റെ 27-28. ദാവീദ് മഹനീമിൽ എത്തിയപ്പോൾ അമ്മോന്യരുടെ രബ്ബിൽ നിന്ന് നാഗാശിന്റെ മകൻ ശോബി, ലോദേബാരിൽ അമ്മിയേലിന്റെ മകൻ മാഖീർ, രൊഗേലമിൽ നിന്ന് ഗിലെയാദനായ ബർസില്ലായി, ഇവര് കിടക്കകള്, കിണ്ണങ്ങള്, മൺപാത്രങ്ങള് ദാവീദിന് കൂടുകളതിന് ഭക്ഷിപ്പാൻ കോതമ്പ്, യവം, മാവ്, മലര്, അമരിക്ക, പയറ്, പരിപ്പ്, തേൻ, വെണ്ണ, ആട്, പശുവിൻ പാൽ, കേട്ടോ, ഇതെല്ലാം കൊണ്ടുവന്ന് കൊടുത്തു. പ്രതിഫലേച്ച നോക്കാനാ കൊടുത്തത്. പക്ഷെ ദാവീദ് അത് മറന്നില്ല, ഒന്നും മറന്നില്ല. ഇടയ്ക്ക് കയറി പറയാ, നീ കർത്താവിന്റെ വേലയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ, 10 രൂപ കൊടുത്താൽ, നിന്റെ സാഹചര്യം അനുസരിച്ച് കൊടുത്താൽ, അതെല്ലാം അവിടെ കുറിച്ചു വെക്കും. പുസ്തകങ്ങൾ തുറന്നു, അങ്ങനെ ആണല്ലോ വാക്യം. അപ്പോൾ ഒരു പുസ്തകമുണ്ട്, സ്മരണയുടെ പുസ്തകം, അത് തുറക്കും. ഇവിടെ ചിലപ്പം രജിസ്റ്റർ ചിലപ്പോ കൊള്ളിച്ചെന്ന് വരികയല്ല, ആരും ഗവനിച്ചെന്നും വരികയല്ല. ഇവിടെ അധികം കൊള്ളിക്കാതിരിക്കുന്ന നല്ലത്. അവിടെ എഴുതി വെക്കും. സമയാമം ആ താളൊന്ന് മറയ്ക്കും. നോക്കിയമ്മം, ജോയിക്കുട്ടി ഇത് വായിച്ചേച്ച് നിന്നെ ഒന്ന് നോക്കും, സൂക്ഷം നിനക്ക് തരും, ആള് തെറ്റുകയല്ല. ഇവിടെ ഈ രാത്രി കിടന്ന് രാജാവിന് ഉറക്കം വരുന്നില്ല, അയാൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു, വെള്ളം കുടിക്കുന്നു, മൊബൈൽ നോക്കുന്നു, TV ഓൺ ചെയ്ത് നോക്കുന്നു, പവർ വിഷൻ കാണുന്നു, എല്ലാം പുള്ളിക്ക് ഉറക്കം വരുന്നില്ലെന്ന്. അപ്പം രാജാ പറഞ്ഞൊരു കാര്യം ചെയ്യ്, ദിനവൃത്താന്ത പുസ്തകം കൊണ്ടുപോവാ, ഡെയിലി ഡയറി. പുള്ളി അത് കൊണ്ടുവന്ന് താള് മറിച്ചിങ്ങനെ ഒന്ന് മറിച്ചപ്പം ഒരു ഭാഗത്ത് വന്നപ്പം എഴുതി വെച്ചിരിക്കുന്ന യഹൂദനായ മൊർദെഖായി, ഹെഡിങ്. പുള്ളി താഴോട്ട് നോക്കിയപ്പോൾ, പണ്ട് പടിവാതിക്കൽ കിടന്ന യഹൂദനാകുന്ന മൊർദെഖായി എന്നെ കയ്യേറ്റം ചെയ്യാമെന്ന 2 പേര്, ബിഗ്താനയും സേരസും, അവന്മാര് കയ്യേറ്റം ചെയ്യാമെന്ന കാര്യം റിപ്പോർട്ട് വിടാതെ തെറ്റിപ്പോയി. അതിന്റെ വെളിച്ചത്തിൽ അന്വേഷണ കമ്മീഷനെ വെച്ച് അന്വേഷിച്ചപ്പോൾ സൂക്ഷം പടല് കണ്ടിക്കാൻ 2 പേര് ഒരുങ്ങിയതാ. അവന്മാരെ തട്ടി. പക്ഷെ ഇത് അറിയിച്ച മൊർദെഖായിക്ക് ഒന്നും കൊടുത്തിട്ടില്ല. അന്നേരം നേരം വെളുത്തു. രാജാവ് ഇത് വായിച്ചേച്ച് നിർച്ച, ആരെവിടെ? അന്നേരം ഒരുത്തൻ മാതൊക്കെ കടലാസ് എല്ലാം ചുരുട്ടി നിൽക്കുക. മൊർദെഖായി തട്ടാൻ കഴുകുമരമെല്ലാം 50 അടി ഉയരത്തിൽ ഒരുക്കി വെച്ചേച്ച്. ഈ പൊട്ടനാര് വെളുപ്പിനെ ചെല്ലാതിരിക്കണ്ടേ? ഉറങ്ങി കഴിഞ്ഞേച്ച് പോയാ പോരെ. ഇവൻ ഉറക്കളച്ച് പോയി വാതൊക്കെ നിൽക്കുക. കാരണം രാജാവ് തിരിക്കണ്ണം കൊണ്ട് തുറന്ന ഉടനെ അപേക്ഷ കൊടുക്കാൻ ശിവനെ ചുരുട്ടിപ്പിടിച്ചു. അകത്ത് കിടന്ന സംഭവം ഈ പൊട്ടം വല്ലതും അറിയുന്നുണ്ടോ? ദൈവം തമ്പുരാൻ രാജാവിന്റെ ഉറക്കത്തെ തടഞ്ഞേച്ച് അകത്തിരുന്ന് പുള്ളി ദിനവൃത്താന്ത പുസ്തകം വായിക്കുക, ഇവൻ കടലാത്ത് ചുരുട്ടി വാതൊക്കെ നിൽക്കുക. നിനക്കറിയാമോ, നീ ഇവിടെ ഇരിക്കുമ്പോ അകത്ത് ദൈവം ചില പ്രവൃത്തി ചെയ്യും. നീ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ നിനക്ക് വേണ്ടി രാജാക്കന്മാരുടെ അരമനയ്ക്കകത്ത് ചില പ്രവൃത്തി ദൈവം നടത്തും. ഇവിടെ ഇരുന്ന് നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിനക്ക് വേണ്ടി ചില ഇടങ്ങളിൽ ദൈവം തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. വിശ്വസിക്കുന്നവരെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ മതി. നാം ഇവിടുന്ന് ആരാധിക്കുമ്പോൾ ദൈവം ചില ക്രിയകൾ ചെയ്യും. രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് പോലെ ഇഷ്ടമുള്ള ദിക്കിലേക്ക് ദൈവം തിരിക്കും. ദൈവം തുറന്നാൽ ആരും അടയ്ക്കത്തില്ല, ദൈവം അടച്ചാൽ ആരും തുറക്കത്തില്ല. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ഇതിന്റെ താക്കോട്ടോലുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും. വിശ്വാസം ഏറ്റെടുക്ക്. വചനത്തിന്റെ ശക്തി, ദൈവവചനത്തിന്റെ വ്യാപാരം. ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. ഇന്ന് രാത്രി വിടുതലിന്റെ വ്യാപാര ശക്തി നിന്റെ മൺകൂടാരത്തിൽ പുസ്തക വ്യാപാരം അടിക്കട്ടെ. നിനക്ക് വിരോധമായി ഒരുക്കിയ കടുകുമരത്തെ ഇന്ന് രാത്രി അറുത്തു മാറ്റും. ദൈവത്തിന് മഹത്വം. ഓ കൃപ യേശുവിന്റെ നാമത്തിൽ. ദൈവശക്തി ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ജാഗരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, പടിവാതിൽക്കൽ ജാഗരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്.
ജീസസ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നീ ഇവിടെ നിന്ന് ആരാധിക്കുമ്പോൾ അകത്ത് ദൈവം ചിലത് ചെയ്തുകൊണ്ടിരിക്കുക. ഓ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി, വചനത്തിന്റെ വ്യാപാര ശക്തി. യേശുവിന്റെ നാമത്തിൽ ജയം, 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 ജയം. കരമയ്യടുത്ത് ദൈവത്തെ സ്തുതിക്കാം. രാജാവ് ചോദിച്ചു, ആരവിടെ? പുള്ളി ചാടി അകത്ത് കയറി. ഇവന് കയറേണ്ട ഒരു കാര്യമുള്ളതല്ല, അതിന് വേറെ ആളില്ലേ അവിടെ കയറി ചെല്ലാൻ. ഇവൻ ചാടി കയറേണ്ട എന്തേലും കാര്യമുണ്ടോ? ദൈവം കേട്ടുക. അടിയൻ പുള്ളി ഇത് വായിച്ചെന്റെ മൂപ്പി നിൽക്കുക രാജാവ്. പുള്ളി അതും വായിച്ചതിന്റെ ഇതിൽ രാജാവ് ബഹുമാനിക്കുന്ന പുരുഷൻ എന്തോ ചെയ്യും? ഈ പൊട്ടൻ ചിന്തിക്കുക, അല്ലാതെ കൊച്ചു വളമ്പാൻ കാലത്ത് ആരെയാ രാജാവ് ബഹുമാനിക്കുന്നത്? ഒട്ടും കുറയ്ക്കണ്ട. അവൻ പറഞ്ഞു, രാജാവ് കയറുന്ന കുതിരപ്പുറത്ത് കയറ്റി. ഇവന് കുറച്ച് നാളായിട്ട് കുതിരപ്പുറത്തൊന്ന് കയറാൻ കുറച്ച് മോഹമായിട്ട് വന്ന് നിൽക്കുക. രാജവസ്ത്രമൊക്കെ ഒന്ന് ധരിപ്പിച്ചു. പിന്നെ രാജാവ് പറഞ്ഞു, ബോലോ, ഒരു ഹിന്ദി ഇരിക്കട്ടെ. പിന്നെ തെറ്റിയോ? പിന്നെ നിങ്ങൾ ചിരിച്ചത്? ഞാൻ ഹിന്ദി പറഞ്ഞോണ്ടാ. അതിന് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ തന്നെ പറ. അപ്പൊ രാജാവ് പറഞ്ഞു, പറ. രാജാവ് കയറുന്ന കുതിരപ്പുറത്ത് കയറ്റി രാജവസ്ത്രം ധരിച്ച്. പിന്നെ രാജവീതികളിൽ കൂടി ഇങ്ങനെ കൊണ്ടു നടക്കണം. രാജാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഒട്ടും കുറയ്ക്കണ്ട, ആ മൊർദെഖായിക്ക് പെട്ടെന്ന് ചെന്ന് ചെയ്. ഞാന് നാടൻ ഭാഷ പറയാ, ഇവന്റെ അകത്ത് വെള്ളിടി വെട്ടി. അങ്ങനെ അങ്ങ് ചിന്തിച്ചു. നീതിമാന് വിരോധമായിട്ട് ഇവൻ തന്ത്രം ഒരുക്കിയവനാ. ദൈവം നിന്നെ പിടിക്കും, സൂക്ഷം പിടിക്കും. നിന്റെ അകത്ത് ഇടി വെട്ടുന്നത് പോലെ ദൈവം നിന്നെ പിടിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നെ പിടിക്കുമെന്ന്. ഇവന്റെ ആകവാള് വെട്ടിപ്പോയി. ദൈവത്തിന് മഹത്വം. ഒട്ടും കുറയ്ക്കണ്ട. എന്റെ ഭാഷയെ പറഞ്ഞ് ആമാൻ ഈ പിള്ളേരുടെയൊക്കെ ഭാഷയെ പറഞ്ഞ 100 വണ്ടി വിട്ടത് വീട്ടിലോട്ട്. 100 പോയി. അന്നേരം തള്ളച്ചി ഒരു കാര്യം പറഞ്ഞു, അവൻ യഹൂദനാണെങ്കിൽ ഏകത്തില വീഴാൻ തുടങ്ങി. അതിപ്പോഴും അങ്ങനെ തന്നെ. യഹൂദനാണെങ്കിൽ സ്തോത്രം. അത് നമ്മുടെ വിഷയം അതല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. നീതിമാന് വേണ്ടി പ്രതിക്രിയ നടത്തുന്നൊരു ദൈവമുണ്ട്. നമ്മളൊന്നിനും പോകണ്ട, മുട്ടയിലിരുന്നാ മതി. പോരാടി പ്രാർത്ഥിക്കണം. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാന് വിഷയം വിട്ടൊന്നും പോവുമല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. വാക്യം വായിച്ചേച്ച് അതിനോട് ബന്ധമില്ലാത്ത പല കാര്യമാണല്ലോ ഇങ്ങേരി പറയുന്നത്. അതൊക്കെ എനിക്ക് മനസ്സിലാകും ചിലരുടെ ഇരിപ്പ് കണ്ടാൽ. സ്തോത്രം. പക്ഷെ ഇതിനകത്തെല്ലാം ആത്മീക ദൂതുണ്ട്. ചിലരോടൊക്കെ ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുക, ചില വിഷയത്തെ ദൈവം തൊട്ടുകൊണ്ടിരിക്കുക. ഞാൻ ആരുടെയും തലയെ കൈ വെക്കുന്നില്ല, പക്ഷെ വചനം വന്ന് ചിലരുടെ കഥലെ വെക്കുന്നുണ്ട്, കൈ തൊട്ടുകൊണ്ടിരിക്കുക. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അത് നമ്മളെ ഓർക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന്. ദാവീദിന്റെ കഷ്ടകാലത്ത് ഈ ഭക്ഷണ പദാർത്ഥം എല്ലാം കൊടുത്ത് ദാവീദിന് നല്ല കാലം വന്നപ്പോ മറന്നില്ല. ദാവീദ് പറഞ്ഞു, ബർസില്ലായി കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ വിളിപ്പിച്ചതായിട്ട് ആ 19-ാം അധ്യായത്തിന്റെ 31-ലുണ്ട്. ശമൂവേലിന്റെ 2-ാം പുസ്തകം 19-ാം അധ്യായത്തിന്റെ 31 കണ്ണിക തുടങ്ങുന്നത് മുതല്. ഗിലെയാദിനായ ബർസില്ലായി രൊഗേലിമിൽ നിന്ന്
ദാവീദിനെ രാജാവിനെ യോർദാനക്കരെ കടത്തി യാത്രയായപ്പാൻ ആ ബർസില്ലായോ 80 വയസ്സുള്ള ഒരു വയോധികനായിരുന്നു. ദാവീദ് മഹനീമിൽ പാർത്തിരുന്ന കാലത്ത് ഇവനായിരുന്നു ഭക്ഷണ സാധനങ്ങളെല്ലാം കൊണ്ട് വായിക്ക്. ആ ഇവൻ വലിയ ധനികനാ, നല്ല ഇഷ്ടം പോലെ കാശ് കൊണ്ട് കൊടുക്കാൻ മനസ്സും, അത് ചിലർക്കേ ഉള്ളു കാശും കൊടുക്കാനുള്ള, ചിലർക്ക് ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ കൈ ഇറത്താ അങ്ങനെ പരുവക്കേടുകാരുമുണ്ട്. ഇത് ചിലരുടെ ജീവിതം നമുക്ക് തന്നെ സങ്കടം വരും. ഒരു നല്ല ഭക്ഷണം കഴിക്കുകയല്ല, ഒരു നല്ല തുണി ഉടുക്കുകയല്ല, ഇഷ്ടം പോലെ ഉണ്ട്. അവസാനം കൂടെ തുണി ഉടുത്ത് യാകുകയും ചെയ്യും. എന്തിനാണോ ഈ നാചക്കൊള്ളിയെല്ലാം ജീവിക്കുന്നേ? ചുമ്മാ ഇരിക്കുന്നവനിതല്ല. അല്ല, അവർക്കും കൊടുത്തോ എങ്കിൽ നീ ജീവിക്കുമ്പോ ഒരു മാനം മര്യാദയ്ക്ക്. പിന്നെ പേരൊന്നും ഞാൻ പറയത്തില്ല, എനിക്കറിയാം ഒരാളെ, സ്തോത്രം, ഇഷ്ടം പോലെ ഉണ്ട്, ഒരു വണ്ടി മേടിക്കുകയല്ല. എന്നിട്ട് കാണുന്ന വണ്ടിക്കെല്ലാം ഇല്ലാത്തവരാണെങ്കിൽ കൈ കാണിക്കുമ്പോൾ നമ്മൾ കയറ്റിക്കൊണ്ട് അതൊക്കെ ചെയ്യണം, ചെയ്തേ ഒക്കൂ. ഇത് ഇഷ്ടം പോലെ ഉണ്ട്. രാവിലെ കുളിയും കഴിഞ്ഞാച്ച് അതുകൊണ്ട് നാട്ടുകാർക്കെല്ലാം അറിയുന്നുണ്ട്. ആ ഏരിയ വരുമ്പോ ആൾക്കാർ സ്പീഡിലാ പോകുന്നേ. വലിയ കാര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അന്ന് കാശ് കൊടുത്തൊരു വണ്ടി മേടിച്ച് ഒരു ഡ്രൈവറെ വെച്ചേ അവനും ഒരു തൊഴിലാകുമല്ലോ, ഇല്ലേ? ഇല്ലാത്തവനല്ലല്ലോ. അങ്ങനത്തെ ധാരാളം ഈ മെനക്കേട് കേസുകളുണ്ട്. എന്തിനാണോ ഇതെല്ലാം ഇങ്ങനെ ജീവിക്കുന്നേ? ആ കാസായിലോട്ട് അങ്ങ് പോയിരുന്ന നല്ലതായിരുന്നു, ഇത്തരം കേസുകളല്ല. അപ്പൊ ഇവിടെ നല്ല മനസ്സുള്ളവനാ, അവൻ മഹാധനികനായിരുന്നെന്നാ. ഒന്നുകൂടെ ബാക്കി എടുത്ത് വായിച്ചേ. ആ മഹാധനികനായിരുന്നു. അടുത്തത് അപ്പൊ ബർസില്ലായോട് ദാവീദ് പറയാ, നീ എന്നോട് കൂടെ പോരുക, ഞാൻ നിന്നെ യെരൂശലേമിൽ എന്റെ അടുക്കൽ പാർപ്പിച്ച്. എന്തോ എന്തോ വാഗ്ദാനങ്ങളാ. ഈ ഭക്തനായ ദാവീദിന്റെ കഷ്ടകാലത്ത് ഇവൻ ഗോതമ്പും അമരിക്കായും പയറും ഒക്കെയാ കൊണ്ട് കൊടുത്തത്. പക്ഷെ അന്ന് ഒന്നും പ്രതീക്ഷിച്ചല്ല കൊടുത്തത്. നാടൻ ഭാഷ പറഞ്ഞ ദാവീദിന്റെ നല്ല കാലം വരിക, രാജാവായിട്ട് തിരിച്ചു കൊണ്ടുവരികയല്ലേ. അന്ന് ഉടുതുണിക്ക് മറതുണി ഇല്ലാതെ ഓടിപ്പോയപ്പോഴാണ് ഇതെല്ലാം കൊണ്ട് കൊടുത്തത്. ഇവൻ രാജാവായിട്ട് തിരിച്ചു വരുവാ. സ്തോത്രം. ഒരുവൻ രാജാവായിട്ട് വരാൻ പോവുക. നിന്നെ ഓർക്കും, നിന്റെ സന്തതിയെയും ഓർക്കും. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനക്കാരൻ പറഞ്ഞിരിക്കുന്നത് മറന്നു കളയുവാൻ അനീതി ഉള്ളതയോ അല്ലല്ലോ. മറക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദാവീദ് ബർസില്ലായോട് പറഞ്ഞു, നിന്നെ ഞാൻ യെരൂശലേമിൽ കൊണ്ടുപോവാം. ഉള്ളി ഒരു കാശുമൊക്കെ ഉണ്ട്, കൊടുക്കാൻ മനസ്സുമൊക്കെ ഉണ്ടെങ്കിലും ചില വിഷയത്തിൽ വലിയ കാഴ്ചപ്പാടൊന്നും. യെരൂശലേമിലേക്ക് വിളിച്ചപ്പം നേരെ പോകണ്ടേ, വയ്യലും പോകണ്ടേ. വിളിച്ചത് ദാവീദല്ലേ. അച്ഛാ ഞാനും വരുവാണ് പറയണ്ടേ. എന്നാ പുള്ളി പറഞ്ഞു, ഓ ഞാൻ വരുന്നില്ല, എനിക്കിപ്പം 80. വായിച്ചേ. ഈ പ്രായം ഒന്നും ചോദിച്ചില്ലല്ലോ. യെരൂശലേമിലോട്ട് വരുന്നല്ലേ ചോദിച്ചേ. ചോദിക്കാത്തതിനെല്ലാം കയറി മറുപടി പറ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, ഉണ്ട്. വേണ്ടാത്തതും ആവശ്യമില്ലാത്തതെല്ലാം അങ്ങ്. ദാവീദ് പറഞ്ഞു, നിന്നെ ഞാൻ യെരൂശലേമിൽ എന്റെ അടുക്ക പാർപ്പിച്ച് രക്ഷിക്കാൻ കൊണ്ടുപോവാ. അപ്പാ ഒന്നെങ്കിൽ വരുന്നില്ല, അല്ലേ വരാം. സോർണോ ഇയാള് പയ്യ പണ്ടപ്പര പഴിച്ചിടുക. എന്തുവാ പറഞ്ഞേ? അല്ലല്ലോ, 1 മുതൽ വായിര്. ബർസില്ലായി ദാവീദിനോട്, ഓ ഞാൻ രാജാവിനോട് കൂടെ യെരൂശലേമിൽ വരുന്നത് എന്തിന്? അല്ലല്ല, അതിന്റെ മേളിലത്തെ വാക്യം മുതൽ വായിക്കാനാ പറഞ്ഞേ. ഗിലിയാദിനായ ബർസില്ലായും രൊഗേലും എന്ന് ദാവീദിന് യോർദാനക്കരെ കടപ്പാൻ വന്നു. ബർസില്ലായോ 80 വയസ്സുള്ള
വയോധികനായിരുന്നത്. രാജാവ് മഹനയീമിൽ പാർത്തിരുന്ന കാലത്ത് ഇവനായിരുന്നു ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം കൊണ്ട് കൊടുത്തിരുന്നത്. ദാവീദ് ബർസില്ലായോട്, ഞാൻ നിന്നെ യെരൂശലേമിൽ എന്റെ അടുക്ക പാർപ്പിച്ച് രക്ഷിക്കുമെന്ന്. അടുത്തത്, ബർസില്ലായി രാജാവിനോട് പറഞ്ഞത് എന്തെന്നാൽ, ഓ ഞാൻ എന്തിനാ ഇപ്പൊ അങ്ങോട്ട് വരുന്നത്? ആ വായനയും കേട്ടിട്ട് നന്നായിട്ട് വായിച്ചേ. കൊളക്കട പീലിപ്പോച്ചാന്റെ മോളാ, അപ്പം ചൊവ്വന വായിക്കണേ. അപ്പച്ചനാ ഇത് പ്രസംഗിക്കുമ്പോ ഇങ്ങനെ വായിച്ചു കൊടുത്തിരുന്നല്ലോ, നല്ല ഏലായിരുന്നേനും. ഒന്നുകൂടെ വായിച്ചേ. രാജീവിനോടോ? ഏനെന്നാ? ബർസില്ലായി രാജാവിനോട് പറഞ്ഞത് എന്തെന്നല്ല, വായിക്കേ. ഞാൻ രാജാവിനോടുകൂടെ യെരൂശലേമിൽ വരുന്നത് എന്തിനാ? അടുത്തത്, ഞാനിനി എത്ര നാള്, ഇതൊന്നും ചോദിച്ച കാര്യമല്ലല്ലോ, ചുമ്മാ കയറി പറയുക, ഞാനിനി എത്ര നാള് ജീവിച്ചിരിക്കും? അടുത്തത്, എനിക്കിപ്പോ 80 വയസ്സുണ്ട്. നല്ലതും ആകാത്തതും തമ്മിൽ എനിക്കിപ്പോ തിരിച്ചറിയാൻ പറ്റുന്നില്ല. പിന്നെ ഭക്ഷണപാനയുടെ സ്വാദ് അടിയന് അറിയാമോ? പാട്ടുകാരുടെ, സംഗീതക്കാരുടെയും സംഗീതക്കാർത്തികളുടെയും പാട്ട് അതും രസിക്കാൻ നോക്കുന്നില്ല. പിന്നെ അടിയൻ യജമാനനാകുന്ന രാജാവിന് ഭാരമാകുമെന്ന്. ഈ വിഡിത്തമൊക്കെ വിളിച്ച് പറയാതിരിക്കണ്ടേ? എടാ, ആരാ വിളിച്ചത്? ദാവീദ്. എങ്ങോട്ടാ വിളിച്ചത്? യെരൂശലേമിൽ. എന്തോ ചെയ്യാന്നാ പറഞ്ഞേ? എന്റെ കൂടെ ഞാനെത്തി ഭക്ഷണം തരുവന്ന്. നിന്നെ വിളിച്ചത് ദൈവമാ. സകലത്തെ നിർമ്മിച്ചവൻ, സകലത്തെ ഉരുവാക്കിയവൻ, ഒറ്റ വാക്കുകൊണ്ട് സകലത്തെ ഉളവാക്കിയവനാ എന്നെ നിന്നെ വിളിച്ചത്. എന്തിനാ ചഞ്ചലിക്കുന്നത്, ഭാരപ്പെടുന്നത്, നിരാശപ്പെടുന്നത്? നിന്നെ വിളിച്ചത് അയ്യോ വിശ്വസ്തനല്ലേ, നിന്നെ വടിയിലിട്ട് വെച്ച് പോകത്തില്ല, നശിപ്പിക്കത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എടുത്തോ നീ എന്നെ നിനക്കായി, എടുത്തോ നീ എന്നെ നിനക്കായി, കൊടുത്തോ നീ നിന്നെ എനിക്കായി. വാഴ്ത്തിടും സദനം പ്രിയാതവ നിത്യം പാടും. ആമേൻ. വാഴ്ത്തിടൂ സദനം. ചേർത്തതിനാൽ എന്നെ തിരുമാർവിൽ, കാത്തതിനാൽ എന്നെ വഴുതാതെ, ചേർത്തതിനാൽ എന്നെ തിരുമാർ എന്നെ വഴുതാതെ, എടുത്തോ നീ എന്നെ നിനക്കായി, എടുത്തോ നീ എന്നെ കായി, കൊടുത്തോ നീ നിന്നെ എനിക്കായി. വാഴ്ത്തിടും സദാ പ്രിയാതവ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കേ. മോളാന്ന ഈ പാട്ടെല്ലാം ഇടുന്നത്, നന്നായിരിക്കുന്നു, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ ഈ 2 ശീല പാട്ട് പാടുമ്പോ അറിയുന്ന പാട്ടാണെങ്കിൽ പെട്ടെന്ന് കൊടുക്കണം. പേരെന്തുവാ? എന്തു ആയിക്കോട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, മഹാരാജാവാകുന്ന ദാവീദ് യെരൂശലേമിലേക്കാ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. ദൈവത്തിന് പ്രായമൊന്നും വിഷയമല്ല. പ്രായമുള്ള നിന്നെ കൊണ്ട് ദൈവത്തിന് ചിലത് ജയിപ്പിക്കാനുണ്ട്. ഭാഷ ഇനിയിപ്പോ ഞാന് എന്നെ പറ്റി ഇനി എന്നാ പറ്റാനാ? പറ്റാവുന്നിടത്തോളം പൊട്ടത്തരമൊക്കെ പറയാതിരിക്കെ. ദൈവത്തിന് ഇത് വല്ലതും വിഷയമാണോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് പ്രായമൊന്നും വിഷയമല്ലെന്ന്.
ദൈവം ആരിൽ കൂടിയാ തന്റെ പ്രവൃത്തി തികയ്ക്കുന്ന നമുക്കറിയത്തില്ല. വിദ്യാഭ്യാസം അത് ദൈവത്തിന് വിഷയമല്ല. കൊച്ചു പയ്യൻ അതൊന്നും ദൈവത്തിന് വിഷയമല്ല. ചില പിള്ളേർ നന്നായിട്ട് പ്രസംഗിക്കുകയുടെ ഒരു പയ്യന്റെ പ്രസംഗം എന്തോ പ്രസംഗമാ, നല്ലൊരു അഭിഷേകമാ കേട്ടോ. അതെ, ഞാൻ ആ പയ്യനെ എനിക്ക് വലിയ ബഹുമാനമാ. പേരെനിക്കറിയാൻ പറ്റും. പേരെന്തുവാന്നോ, ഒരു എന്തുവാന്നോ, അഭിഷേകമാ, ജോയലോ, അല്ലേ, നല്ല അഭിഷേകമാ. അത് വാക്കിനകത്തൊക്കെ നല്ല ഒന്നെ കുശുമ്പ് കയറി എല്ലാത്തിനും. സ്തോത്രം. പിള്ളേരെ കൊണ്ട് ദൈവം ചെയ്തത് ചെയ്യിപ്പിക്കും. പ്രായമുള്ളവരെയും ദൈവത്തിന് ആവശ്യമാണ്. ദൈവത്തിന് ഇതൊന്നും തരംതിരിവല്ല. നീ ഏൽപ്പിച്ചു കൊടുത്താൽ മതി, ദൈവം നിന്നെ തന്റെ കരുത്തിലെടുക്കും. സാറ് പണ്ടൊരു ശ്ലോകം ചൊല്ലിയായിരുന്നു, കാശിന് കൊള്ളാതുള്ള കരത്തിൻ താടിയല്ലാൽ നാസിറായൊരു ശിംശോൻ 1000 ബലിസ്തരക്കാജനി നന്നിൽ കൊന്നു വീഴ്ത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഈശനെ നിനക്കെന്നാൽ ദുശകമെന്തെന്നുള്ളൂ. സപ്തവർണ്ണങ്ങളുടെ മിശ്രണമായുള്ള ഒരു സപ്തസപ്തിയും കിരണങ്ങളാൽ കാർമേഘവും ചിത്രവർണ്ണോ ജ്വലമാം ചാപമായി തീരുമെങ്കിൽ ഉത്തമാ നിൻ ദീപ്തിയാലൻ ബുദ്ധി ശോഭിക്കില്ലേ. നമ്മളൊന്ന് ഏൽപ്പിച്ചാൽ മതി എന്ന് ദൈവം എടുത്ത് ഉപയോഗിക്കുമെന്ന്. 80 90 ഒന്നും ദൈവത്തിന് വിഷയമല്ല. 20 15 വിഷയമല്ല. ഈ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം കരുത്തിലെടുത്ത് ഉപയോഗിക്കും. ഏത് വിധമാണെന്ന് നമുക്കറിയത്തില്ല. ദൈവത്തിന്റെ പദ്ധതി ആരറിഞ്ഞു? അപ്പൊ സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം ഇങ്ങനെ, കാശിന് കൊള്ളാതുള്ള കരത്തിൻ താടിയല്ലാൽ. കരം കഴുത, കാശിന് കൊള്ളുന്നതല്ല. കഴുതിനെ ഒന്ന് അല്ലേലും ആർക്കും വലിയ താല്പര്യമില്ല. പെടലി പിടിച്ച് ഗതികേടാ. ഇനി ആരാലും ഒരു കഴുതയെ വീണ്ടും കൊള്ളണമെങ്കിൽ പകരം ആട്ടിൻകുട്ടിയെ കൊടുത്തേച്ചാരാ കഴുതയെ വീണ്ടെടുക്കുന്നത്? വലിയ ബുദ്ധിമുട്ടുള്ള കേസാ. പണ്ട് നാട്ടിലുണ്ടായിരുന്നു, മുട്ട കൊടുത്തേച്ച് ഉണക്കമീൻ മേടിക്കുമായിരുന്നു. ഉണക്കക്കുറിച്ചി എന്തോ നാറ്റോ. നമ്മുടെ പഴയ ആരെ മുട്ട കൊടുത്തേച്ചു. സ്തോത്രം. അപ്പൊ ഈ ആട്ടിൻകുട്ടിയെ കൊടുത്തേച്ച് ആരാ കഴുതയെ വീണ്ടെടുക്കുന്നേ? അപ്പൊ കാശിന് കൊള്ളുന്നതല്ല കഴുത. അത് കഴുതയുടെ താടിയല്ല, അത് ചൊവ്വനെ പിടിക്കാൻ പോലും ഒക്കത്തില്ല. ഫെലിസ്തീൻ അങ്ങോട്ട് വന്ന് വട്ടവിട്ടപ്പോൾ അഭിഷേകമുള്ള ശിംശോൻ നോക്കി കയ്യിൽ ആയുധമൊന്നുമില്ല. എടാ, ഫെലിസ്തീൻ വന്ന് അണി നിരക്കുന്നത് എന്തോ ചെയ്യും? വട്ടവിട്ട് നോക്കിയപ്പോ ഒരു കഴുതയുടെ താടിയല്ല, എടുത്തപ്പോഴേ ഇതിൽ അഭിഷേകം വ്യാപരിച്ചു. അതാ അഭിഷേകം വ്യാപരിച്ചു. ആ കഴുതയുടെ താടിയിലുണ്ട് കുന്ന് രണ്ടെന്ന് പറഞ്ഞ് ആടിച്ചു ഒതുക്കി എല്ലാത്തിനെ. കഴുതയുടെ താടിയല്ല, നിസാരമാ. നമ്മക്കാ നിസാരം. ദൈവത്തിന്റെ അഭിഷേകം വ്യാപരിച്ചു കഴിയുമ്പം, ദൈവാത്മാവിന്റെ വ്യാപാര ശക്തി ഇറങ്ങിക്കഴിയുമ്പം, ദൈവാത്മാവിന്റെ വ്യാപാരം ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ ബുദ്ധിക്കും ചിന്തയ്ക്കും വിചാരത്തിനും നമ്മുടെ അത് ചിന്താഗതിക്ക് അപ്പുറമായി ദൈവം അത്ഭുതം ചെയ്യുമെന്ന്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. കടുതയുടെ താടിയിലെടുത്ത് പുള്ളി അടിച്ച് ശരിയാക്കി എല്ലാത്തിനും. താടിയിൽ അങ്ങ് അഭിഷേകം വ്യാപരിച്ചു. അങ്ങനെയൊക്കെ വ്യാപരിക്കും. അങ്ങനല്ലേ ദാവീദ് ശൗല് മരിച്ചപ്പം പാടിയപ്പം പകല് ചിന്തിച്ചല്ലോ. ഒരു പദമുണ്ട്, ശൗലിന്റെ തൈലാഭിഷേകം ഇല്ലാത്ത പരിച. അപ്പം പരിചയിൽ അഭിഷേകമുണ്ട്, അഭിഷേകമുള്ള പരിചയമുണ്ട്. താടിയിൽ എടുത്തത് അഭിഷേകമുള്ളവനാ. എടുത്തപ്പോ അഭിഷേകം വ്യാപരിച്ചു. അടിച്ചു ശരിയാക്കി. കാശിന് കൊള്ളാതുള്ള കരത്തിൻ താടിയല്ലാൽ നാസിറായൊരു ശിംശോൻ 1000 ബലിസ്ത്യരെ കാശിനീ തന്നിൽ കൊന്ന് വീഴ്ത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഈശനെ നിനക്കെന്നാൽ തുച്ഛകമെന്തെന്നുള്ളൂ. നിനക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? മോശയിന്നാവിനെ നീ പ്രവർത്തിക്ഷമമാക്കി വിക്കനായിരുന്നു. പക്ഷെ കാര്യത്തോടെടുത്തപ്പം വിക്കല്ല. പിന്നെ മോശയെ പറ്റി പറയുന്നത് ജന്മനാ വിക്കനല്ലായിരുന്നെന്നാ. കാരണം അപ്പോസ്തലപ്രവൃത്തി 7:22 വായിക്കുന്നത്, മോശ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി. അപ്പൊ അതിനെപ്പറ്റി ഒരാൾ പറഞ്ഞത് ജന്മനാ വിക്കനല്ല, കല്യാണം കഴിഞ്ഞപ്പോഴാ
വിക്കുണ്ടായെന്നാ ചെല്ല് പറഞ്ഞത്. ഏതാണ്ട് ശരിയാകാൻ സാധ്യത ഉണ്ട്. നമ്മൾ ചെല്ലിയെ പറ്റി പറയത്തില്ലോ, അയ്യോ നമ്മുടെ ബ്ലസൻ, ആ പേര് പറയുന്നത് ക്ഷമിക്കണേ, ബ്ലസനെ അല്ലെ, അല്ലെങ്കിൽ എന്തുവാ ഒരു പേര്, നിങ്ങൾ വിടില്ലാത്തൊരു പേര് പറ. എന്താ മോനെ? ആട്ടെ, ഞാനൊരു പേര് ജോയി നങ്ങ് ആയിക്കോട്ടെ. ഇനിയിപ്പം അയ്യോ നമ്മുടെ ജോയി കല്യാണം കഴിക്കുന്നതിന് മുന്നേ എല്ലാവരോടും മിണ്ടുകയും വർത്താനം പറയുകയൊക്കെ എന്തോ സന്തോഷം. എന്നാണോ കല്യാണം കഴിച്ച് ഇപ്പൊ ആരോടും ഒരു ഉരിയാട്ടോ, താമസിച്ചേ വരുവോള്, തീരുന്നതിന് മുന്നേ അവളുമായിട്ട് പോവുകയും ചെയ്യും. എന്നാ നമ്മൾ ചോദിച്ചാൽ പോലും പുള്ളി ഒന്നും എന്തുകൊണ്ട് ജോയി വിശേഷം മിണ്ടുന്നില്ല. അങ്ങനെ ഇപ്പൊ എന്നാ ജോയിക്ക് വിക്കുണ്ടെന്നാ, മോശയ്ക്കും ഇങ്ങനെയാന്നാ പറയുന്നത്. വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ സമർത്ഥനായിരുന്നു. സകല ജ്ഞാനവും മിശ്രീമിന്റെ ജ്ഞാനമെല്ലാം അഭ്യസിച്ചു. പിന്നെ ഈ വിക്ക് വന്നത് കല്യാണം കഴിഞ്ഞ പിന്നെ ആ ചെല്ല് പറയുന്നത് ആകാൻ സാധ്യത ഉണ്ട്. കാരണം ഒരുത്തനെ അടിച്ചു കൊന്നേച്ച് നിക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ അവിടുന്ന് ഒറ്റ ഓട്ടം ഓടി മിഥ്യാനിൽ ചെന്ന് നിന്നു. കല്യാണം എല്ലാം കഴിഞ്ഞു. ഞാൻ പകല് പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ പറയാ. ദത്ത അപ്പം ഇത്ര ഉണ്ട്, ഭാര്യയുണ്ട്, മോശയ്ക്ക് അളിയന്മാരും ഉണ്ട്. അതാ മോശയുടെ അളിയൻ, അങ്ങനെ ആ പ്രയോഗം. ഒരു വീടല്ലേ, പല വിഷയങ്ങൾ കാണും. മോശയാണ് ഏത് കേസും പെട്ടെന്ന് എടുക്കുന്ന ആളാ. മിസ്രൈമിനും എബ്രാനോടെ ശണ്ട ഉണ്ടാക്കിയപ്പോ കയറിയേറ്റു. പിറ്റേന്ന് എബ്രാഹിനും കൂടെ ശണ്ട ഉണ്ടാക്കിയപ്പോ പുള്ളി ഏത് കേസും എടുക്കുന്ന ആളാ. അപ്പം ദത്ത് നിൽക്കുക, അവിടെ പല വിഷയങ്ങൾ വരും. അപ്പൊ പുള്ളി ഉണ്ടെങ്കിൽ പറഞ്ഞ അച്ചായ അങ്ങനല്ല ഉണ്ടെ പുള്ളി അവിടെ അപ്പനും ആൺപിള്ളേരുമായിട്ടൊരു അഭിപ്രായ വ്യത്യാസം. മരുമകനാ അങ്ങനെ ആങ്ങളമാരും ഭാര്യയായിട്ടൊരു തർക്കം ഉടനെ മോശ പറഞ്ഞു, അങ്ങനെ എന്ത് പറഞ്ഞാലും പുള്ളിയെ കൊണ്ട് മിണ്ടിക്കുകയല്ല. സിപ്പോറ സീന്ന് വെക്കത്തേ ഉള്ളു, മിണ്ടിക്കുകയല്ല. ഇത്ര ഈ ദത്തല്ലേ അളിയാന്ന് പറയാൻ വന്നതാ. ഇങ്ങനെ അങ്ങനെ അങ്ങ് വിക്കായി. ഏതാണ്ട് അങ്ങനെ ആകാൻ ആ സാധ്യത സാഹചര്യ തെളിവ് വെച്ചിട്ട് പക്ഷെ ആ നാവിനെ ദൈവം പ്രവർത്തിക്ഷമമാക്കി. സാഹചര്യം കൊണ്ടാ ഇങ്ങനെയൊക്കെ വന്നത്. നിന്റെ സാഹചര്യത്തെ ദൈവം മാറ്റും. അത് പറയാനാ ഞാൻ ഈ പോയിന്റ് വന്നേ. സാഹചര്യം കൊണ്ടായിരിക്കാം നിനക്ക് വിക്ക് വന്നത്, സാഹചര്യത്തിന് സമ്മർദ്ദത്താലായിരിക്കാം നിനക്ക് ചില പരുവക്കേട് വന്നത്. പക്ഷെ അത് മാറ്റാൻ നിന്റെ ദൈവം വിശ്വസ്തനാ. നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ ദൈവം വിശ്വസ്തൻ. യഹോവയാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. എന്റെ ദൈവമേ, എന്റെ ജീവിതത്തിലും പോഷത്വമുണ്ട്, കുറവുകളുണ്ട്, എന്റെ സാഹചര്യം കൊണ്ട് ഇത് സംഭവിച്ചു, എന്നോട് ക്ഷമിച്ച് എന്നെ ഒന്ന് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്ക്. ഇന്ന് രാത്രി നിന്റെ അപാകതകള്, ബലഹീനതകള്, പോരായ്മകള്, പോഷത്വങ്ങള് അവൻ മാറ്റി നിന്നെ ശക്തീകരിക്കുവാൻ ദൈവം വിശ്വസ്തൻ. Praise the Lord. Praise the Lord. Praise the Lord. മോശകിന്നാവിനെ നീ പ്രവർത്തിക്ഷമമാക്കി സ്വാശയം കഴുതയെ കൊണ്ട് നീ പറയിച്ചു. കഴുത ഒരു പെശകുമില്ലാതാ സംസാരിച്ച്, ആശയപ്പെശകൊന്നും വന്നില്ല. മൂന്നാമത്തെ അടി തീർന്നപ്പോഴേ കഴുത പറഞ്ഞു, എന്തിനാണ് ചുമ്മാ എന്നെ. അപ്പോൾ യഹോവ കഴുതയുടെ വായങ്ങ് തുറന്നു. കഴുതയുടെ വായും തുറന്ന് കണ്ണും തുറന്ന്. ഇയാളുടെ വായു അടഞ്ഞ് കണ്ണും ദൈവം തുറക്കും. കഴുതയെ കൊണ്ട് ദൈവം സംസാരിപ്പിച്ചു. സ്വാശയം കഴുതയെ കൊണ്ട് നീ പറയിച്ചു. ദാശരെ പ്രഭാഷണ പടുക്കളാക്കി തീർത്തു. ദാശർ അതയാളെ പ്രയോഗമാ. ദാശർ അർത്ഥം ധീവരര് എന്ന് പറഞ്ഞാൽ മുക്കുവന്മാര്. ദാശരെ മുക്കുവരെ, ദാശരെ പ്രഭാഷണ പടുക്കളാക്കി തീർത്തു. ഒറ്റ പ്രസംഗം 3000 എണ്ണകത്ത് കയറി.
നമ്മൾ 3000 പ്രസംഗം പ്രസംഗിച്ചിട്ട് പോലും ഒരെണ്ണം ഉള്ളതൂടെ 2 എണ്ണം വിട്ടുപോവുക. ഓ സ്തോത്രം. ഒറ്റ പ്രസംഗത്തിന് സ്തോത്രം. എന്തോ അവരുടെ ധൈര്യം, വചന ശുശ്രൂഷ കണ്ട് അമ്പരന്ന് പോയ ആൾക്കാര്. പഠിപ്പില്ലാത്തവരെന്നൊക്കെയാ മറ്റവര് ചിന്തിച്ചത്. പക്ഷെ പ്രസംഗം അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞപ്പോ അകവാള വെട്ടിപ്പോയി. മാത്രമല്ല കൃപ അങ്ങോട്ട് വ്യാപരിച്ചപ്പം നെടല് തട്ടിയ രോഗസൗഖ്യം. ഉത്തരിയോ റൂമാലും ഒക്കെ ദേഹത്തിട്ടേച്ച് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അന്നേരം സൗഖ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവിന്റെ വ്യാപാര ശക്തി. ദാശരെ പ്രഭാഷണം പടുക്കളാക്കി തീർത്തു, മോശമായി ഒന്നുമില്ല നിന്നോട് കരം ചേർന്നാൽ. സപ്തവർണ്ണങ്ങളുടെ മിശ്രണമായുള്ള ഒരു സപ്തസപ്തിയും കിരണങ്ങളാൽ കാർമേഘവും ചിത്രവർണ്ണോജ്വലമാം ചാപമായി തീരുമെങ്കിൽ ഉത്തമാ നിൻ ദീപ്തിയാലൻ ബുദ്ധി ശോഭിക്കില്ലേ. ഈ കാർമേഘത്തിനകത്തോട്ട് സൂര്യന്റെ കിരണങ്ങൾ വന്ന് നിപതിച്ചു കഴിയുമ്പോൾ സപ്ത നിറത്തിലുള്ള ശബളനിറമെന്ന മഴവില്ല്, ചാപം കണ്ടിട്ടില്ലയോ? മഴവില്ല് നമ്മളെ കൊണ്ട് വല്ലോ മരച്ചാലോ കുറിച്ചാലോ വല്ലോ ഒക്കുന്നതാണോ? ദൈവത്തിന്റെ പദ്ധതി എന്തോ സൗന്ദര്യം, എന്തോ അഴകാ. അപ്പോൾ സപ്തസപ്തിയും കിരണങ്ങളാൽ കാർമേഘവും ചിത്രവർണ്ണോജ്വലമാൻ ചാപമായി തീരുമെങ്കിൽ ഉത്തമ നിൻ ദീപ്തിയാൽ എൻ ബുദ്ധി ശോഭിക്കത്തില്ല. ദൈവം നിന്നെ നോക്കിയാൽ മതി, നിന്റെ മണ്ട തെളിയും. ഒരു തർക്കവും ഇല്ല. കുഞ്ഞുങ്ങൾക്ക് ബുദ്ധി കുറവാണെങ്കിൽ കൊച്ചുങ്ങളെ കിടുക്കുകയും ഞെക്കുകയും തലക്കിട്ട് അടിക്കുകയൊന്നും ചെയ്യരുത്. തലയെ കഴിച്ച് പ്രാർത്ഥിക്കണം. ഇതിന്റെ ബുദ്ധിയെ തുറക്കാൻ ദൈവം വിശ്വസ്തനാ. സ്തോത്രം, സ്തോത്രം. മക്കളെ യഹോവ തരുന്ന അവകാശമാ. ഉദരബലം ദൈവം തരുന്ന പ്രതിഫലമാ. വീരന്റെ കയ്യിലെ അസ്ത്രം അങ്ങനെയാ യൗവനത്തിലെ മക്കൾ. കുഞ്ഞുങ്ങളെ തല്ലിക്കാൻ തലക്കിട്ട് അടിക്കുകയും അതുങ്ങളെ പ്രാകുകയും നീ ഗുണോ അങ്ങനൊന്നും പറയരുത്. കൊച്ചുങ്ങൾ, ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയാം, ഉറങ്ങി കിടക്കുമ്പോ തലയെ കൈവച്ച് അങ്ങ് ദേഹത്ത് കൈവച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ കൊച്ചുങ്ങൾക്ക് മുന്നേ കയറി കിടന്നുറങ്ങും, നല്ല തീറ്റയും തിന്നേച്ച്. പിന്നെ പിള്ളേരെ രാവിലെ എഴുന്നേക്ക് സമയം പോയി. കൊച്ചുങ്ങളൊരു പരുവാകുന്നത് വരെ ഇച്ചിരി ഉറക്കം അങ്ങ് കുറയ്ക്കേ. ഞങ്ങളൊരു പരുവാകുമ്പോ പിന്നെ കിടന്നങ്ങ് ഉറങ്ങിക്കോ, വേണ്ടേ? ഞങ്ങളുടെ ഒരു കൊച്ചമ്മ പറഞ്ഞു, നിങ്ങളും ചെല്ലങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കും, പിള്ളേർക്ക് നന്നായിട്ട് പഠിക്കണം. അപ്പൊ പിള്ളേര് പഠിക്കുമ്പോ പുള്ളിക്കാരി ഉറങ്ങുകയല്ല. അന്നേരം പുള്ളിക്കാരി എന്തെങ്കിലും ജോലി ചെയ്തോണ്ട് അവരുടെ അടുത്ത് ഇരിക്കും. കുഞ്ഞുങ്ങൾ ഒറ്റപ്പെടുന്നുള്ള ചിന്ത അവർക്കും വരികയല്ല. നമ്മൾ കയറി കിടക്കും, പഠിച്ചോടാ പഠിച്ചു. അവൻ നെറ്റിനകത്തോ കുന്തത്തിനകത്ത് കയറി പഠിക്കുക. ആരറിഞ്ഞു? വല്ലാത്ത ലോകമല്ലേ. അതുകൊണ്ട് ആ കൊച്ചൻ പറഞ്ഞ് ഞാനും കുത്തിയിരിക്കും. ഞങ്ങളുടെ പഴയൊരു അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചി പറഞ്ഞ്, പിള്ളേര് അന്നത്തെ കാലമാ, ഇവര് പഠിക്കുമ്പോ ഞാൻ ഉറങ്ങുകയല്ല. അന്നേരം ഞാൻ ചോദിച്ചു എന്നോട്, ഞാൻ എന്തായാലും ഓലമണ്ടലൊക്കെ ഇഷ്ടം പോണ്ട് ഈർക്കലി ചെയ്യൂ. വിളക്ക് കത്തിച്ചാ പിള്ളേർ പഠിക്കുന്നത്, അതിനടുത്തിരുന്ന് ഈർക്കലി ചെയ്യും. നേരം വെളുക്കുമ്പോൾ 2-3 ചൂല് വാങ്ങും, അത് വിൽക്കുകയും ചെയ്യും. അന്നത്തെ കാലമല്ലേ, തെങ്ങിന്റെ ഓലയൊക്കെ ഉള്ളത്. അപ്പൊ അയലത്തുകാരുടെയൊക്കെ ഓല മേടിക്കും, പിള്ളേരെ പഠിപ്പിക്കും. ഇവര് പഠിക്കുമ്പം അമ്മ ഉറങ്ങുകയല്ല, ഈർക്കൽ ചെയ്യൂ. നേരം വിളക്കുമ്പോൾ 2-3 ചൂലിലുള്ള ഈർക്കലി കൊച്ചുങ്ങൾ പഠിക്കുകയും ചെയ്യും, ഇതുകൊണ്ട് വിൽക്കുകയും ചെയ്യും. എന്താ ബുദ്ധിയാ അമ്മച്ചിക്കൊക്കെ. ആ കുഞ്ഞുങ്ങളിൽ ഒരെണ്ണം പേടായില്ല. അമ്മച്ചി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. സ്തോത്രം. ഞാൻ ഇടയ്ക്ക് കയറി ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. കുഞ്ഞുങ്ങളെ ശപിക്കുകയൊന്നും ചെയ്യേണ്ട, കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കും. ബുദ്ധി കുറവാണെങ്കിൽ നിരാശപ്പെട്ടു പോകണ്ട, ദൈവത്തോട് പ്രാർത്ഥിക്ക്. ജ്ഞാനം കുറവാണെങ്കിൽ ദൈവത്തോട് അപേക്ഷിക്ക്. ദൈവം ജ്ഞാനാത്മാവി നിറയ്ക്കും. നിന്റെ സന്തതി അധപ്പതിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. അപാകതകളും ന്യൂനതകളും പരിഹരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തനാ, ദൈവം വിശ്വസ്തനാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രയാസമുള്ളതല്ല അവിടുത്തെ കരങ്ങളിലേക്ക് കൊടുക്ക്, അവിടുന്ന് അതെല്ലാം നന്നാക്കി തരും. ഞാന് ഇങ്ങനെ പ്രസംഗിച്ചാൽ ഒരു 3 ആഴ്ച പ്രസംഗിച്ചാലും ആ 10-5 വരാൻ ഒക്കത്തില്ല.
നിങ്ങൾ കേൾക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങൾ പോകുമ്പോൾ പറയും, ആ കുഴപ്പമില്ലെന്നാലും ആ എടുത്ത വാക്യത്തോട് ബന്ധപ്പെട്ട് പുള്ളി ഒന്നും പറഞ്ഞില്ല. അല്ലേലും എന്തേലും പറയുമെന്ന് എനിക്കറിയാം. പിന്നെ ഒരു ഒരു ന്യായമായ കാര്യം വേണമല്ലോ. അപ്പം അതുകൊണ്ട് ആ ഭാഗമൊക്കെ സമയമായോ നോക്കി പറയണേ എപ്പോഴാണ് നിർത്തേണ്ടതെന്ന്. അപ്പൊ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ആ ഭാഗമെല്ലാം അങ്ങ് വിടുക. 1-ാം അധ്യായത്തിൽ പക്ഷം പിടിക്കുന്നു, ഗ്രൂപ്പിസം പാടില്ല. 2-ാം അധ്യായം ഉപദേശം കൈക്കൊള്ളുന്നില്ല. ഉപദേശം 2:14 വേഗത്തിൽ വായിച്ചു പെട്ടെന്ന് ഉറക്കെ. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. എല്ലാം വിവരിക്കാൻ നേരമില്ല. സഭയ്ക്കകത്ത് പ്രാകൃതനുണ്ട്, ജഡീകനുണ്ട്, ആത്മാവില്ലാത്തതുണ്ട്, വാവിട്ടാനക്കാരുണ്ട്, പല ടൈപ്പാ. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം, ഞാൻ ഒറ്റവാക്കി പറയുക, ഇപ്പൊ ഈ ഉപദേശമൊന്നും ഇഷ്ടമല്ലല്ലോ. സഭയ്ക്കകത്താന്നൊരു ഉപദേശം പറയുന്നവരെ ഉപദേശമൊന്നും ഇഷ്ടമല്ല. പണ്ടൊക്കെ ഉപദേശി എന്നാ വിളിക്കുന്നേ. കാരണം എന്നാ? ഉപദേശിക്കുക. ഇപ്പൊ അങ്ങനെ ആരെയും വിളിക്കുന്നുമില്ല. ഇനി അഥവാ വിളിച്ചാൽ ആൾക്കാർക്ക് താല്പര്യവും ഉപദേശി. ഞാനും ആരും ഇതുവരെ ഉപദേശിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ എന്നെ അങ്ങനെ വിളിക്കുന്നത്? ഉപദേശിക്കണം, ഉപദേശം കേൾക്കണം, ഉപദേശത്തിന് ചെവി അയക്കണം, ഉപദേശം മറക്കരുതെന്നാ, ഉപദേശം വിട്ടുകളയരുത്. സ്തോത്രം. ഉപദേശിപ്പാൻ സമർത്ഥരായിരിക്കണം. സ്തോത്രം. പൗലോസായി കൊടുത്തിരിക്കുന്ന പ്രയോഗം നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ പത്യവചനവും പത്തിക്കൊത്ത ഉപദേശം. അത് ഞാൻ എപ്പോഴും പറയും, വെളിയിൽ സുവിശേഷം പറയണം ലോകത്തോട്. യേശു രക്ഷകൻ, യേശു ക്രിസ്തു മാത്രം രക്ഷകൻ, മറ്റൊരുത്തനും രക്ഷയില്ല. വെളിയിൽ ആ രക്ഷകനെ സ്വീകരിച്ച് അകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷകനാന്നല്ല പറയേണ്ടത്, ഉപദേശമാ കൊടുക്കേണ്ടത്. ഇതിനകത്തൊരുത്തം വന്നു കഴിഞ്ഞാൽ അവനെ ഉപദേശിക്കണം, നന്നായിട്ട് ഉപദേശം പറയണം. ഇപ്പൊ അതങ്ങനെ ഉപദേശമൊന്നും പറയുന്നത് എല്ലാവർക്കും ഒന്നും വലിയ തൃപ്തിയൊന്നും ഇല്ല. വിടുതലാ കൂടുതലും. ഉപദേശം മറക്കരുതെന്നാ 3:1 സദൃശവാക്യം. പെട്ടെന്ന് മറക്കരുത്, മറക്കരുത്, ഉപദേശം മറക്കരുത്. സ്തോത്രം. മകനെ എന്റെ ഉപദേശം 4:2. ഉപദേശം ഉപേക്ഷിക്കരുത്. അപ്പൊ ഇത് മറക്കരുത്, ഉപേക്ഷിക്കരുത്. എല്ലാ ഭാഗവും എടുക്കാൻ നേരമില്ല. സഭയ്ക്കകത്ത് നന്നായിട്ട് ഉപദേശം പറയണം. ഈ പിള്ളേർക്കെല്ലാം അറിയത്തില്ല, ഇവരെ ഉപദേശം പറഞ്ഞ് പഠിപ്പിക്കണം. ഇപ്പൊ മിക്കടത്ത് ഉപദേശം പറഞ്ഞ് പഠിപ്പിക്കാം. ഒന്നാമത് നേരവും ഇല്ല, കൊച്ചുങ്ങൾക്ക് ഇരിക്കാനും താല്പര്യവും ചിലർക്കില്ല, സമയമൊന്നും. ചില രാജ്യങ്ങളിൽ ചെന്നാൽ ആരാധനയ്ക്ക് വളരെ ടൈമാ. അത് നല്ലതാ, ടൈം പാലിക്കുന്നത് വളരെ നല്ലതാ. പക്ഷെ നമ്മള് 7 തുടങ്ങും, സൂക്ഷ്മം 8:30 നിർത്തും. നല്ലതാ, ഒരു സമയക്ലിപ്തത നല്ലതാ. 8:30 കഴിഞ്ഞ് ഞാൻ മിക്കടത്തും കണ്ടുണ്ട് ഫുഡ് എത്ര മണിക്കൂറായി എടുക്കുന്നേ. അതിങ്ങനെ വെച്ചിരിക്കുക, ഓരോരുത്തരുടെ ഇഷ്ടത്തിന് പോയി. നല്ല പെരുക്കുന്നവന്മാരും ഉണ്ട്. കാരണം വെറുതെ കിട്ടുന്നല്ലയോ. അവൻ യോഗത്തിന് കൈയടിക്കാട്ടെ, സ്വോത്രം പറയാട്ടെ, അനങ്ങാതിങ്ങനെ ആട്ടുകല്ലിരിക്കുമ്പോൾ ഇരിക്കും. 8:30 കഴിയാൻ നോക്കിയിരിക്കുക, നേരെ പ്ലേറ്റുമായിട്ട് അങ്ങോട്ട് ചെന്ന് നല്ല പോളിങ്ങാ. ഉണ്ടോ? അതെത്ര ടൈം വേണേലും, അതിന് ടൈമിംഗ് ഒന്നുമില്ല. അല്ലെ പാസ്റ്റർ പറയണം 7 മുതൽ 8:30 വരെ ആരാധന, അല്ലെ വചന ശുശ്രൂഷ. 8:30 മുതൽ 8:45 വരെ ഫുഡിന്റെ ടൈം. 8:45 കഴിഞ്ഞാൽ അങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. നിന്ന് ഇരുന്ന് നടന്ന് നല്ല പെരുക്കുന്നേ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും.
പുറമെയുള്ള മനുഷ്യന് ഭക്ഷണം ആവശ്യമാ, അതിലും അത്യാവശ്യം അകത്തെ മനുഷ്യന്. പൗലോസ് പറഞ്ഞു, നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം, ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് നിങ്ങൾ പുതുക്കം പ്രാപിക്കണം. അകത്തെ മനുഷ്യനാ പ്രാധാന്യം. പുറമെയുള്ളവൻ ക്ഷയിച്ചു പോകുന്നതാ, അകമയുള്ളവൻ ക്ഷയിക്കാത്തതാ. പ്രൈസ് ദി ലോർഡ്. അതെ, മുമ്പോട്ട് ഉപദേശം, നന്നായിട്ട് ഉപദേശം പറയണം. ഉപദേശം അങ്ങനെ പറയുന്ന വലിയ താല്പര്യം ഇല്ല. ഞായറാഴ്ച പാസ്റ്റർ ശരിക്കും ഒന്ന് ഉപദേശം പറഞ്ഞ് ഒരു മണിക്ക് ആ സഭായം നിർത്തിയെങ്കിൽ 1:30 മുതൽ കോള് വരും. പല സ്ഥലത്തു നിന്ന്. പാസ്റ്റർക്ക് തന്നെ ഇന്ന് ഇത്ര ഇളക്കം? പാസ്റ്റർ ആ പോയിന്റ് പറഞ്ഞത് ഞങ്ങളെ ഉപദേശിച്ചാ? ഞങ്ങൾക്ക് ഇച്ചിരി ബ്ലേഡ് ഉണ്ട്, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാ. പക്ഷെ പാസ്റ്റർ 15-ാം സങ്കീർത്തനം എടുക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നൊക്കെ ഉണ്ട്. ആ മൂളിച്ചക്കകത്ത് മുഴുവൻ തന്നെ ഇവിടെ ഇരുത്തുകയല്ലെന്നാ. ഉപദേശം ഒന്നും ഇഷ്ടമല്ല. സ്തോത്രം. കുഞ്ഞുങ്ങളെ നന്നായിട്ട് ഉപദേശം പറയണം. ഇവർക്ക് അറിയത്തില്ല പല കാര്യവും. പറഞ്ഞവരെ ഞാൻ അവിടെ കൂട്ടായ്മയില് ദൈവം തരുന്ന കൃപയ്ക്കനുസരിച്ചൊക്കെ പിള്ളേരോട് പറഞ്ഞു കൊടുക്കും. പിള്ളേരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയും ചെയ്യും. പൊതുവില് അവസരം കിട്ടുമ്പോഴെല്ലാം പിള്ളേരെ പ്രാർത്ഥിപ്പിക്കും. നമ്മുടെ പിള്ളേർ ഇതിനകത്ത് വേണം വളർന്നു വരാൻ. കർത്താവ് വരാൻ താമസിച്ചാൽ, ദൈവം ആയുസ്സും ആരോഗ്യം എല്ലാവർക്കും കൊടുക്കട്ടെ, കർത്താവ് വരാൻ താമസിച്ചാൽ ഈ കൂട്ടായ്മ ഇവര് കൊണ്ട് പോണ്ടതാ. അകത്ത് ഉപദേശം കയറണം. സ്തോത്രം. നന്നായിട്ട് അവരെ വചനം പഠിപ്പിക്കണം. പിള്ളേർക്ക് അറിയത്തില്ല. അപ്പൊ അവരെ പറഞ്ഞു, മോനെ നമ്മൾ പെന്തിക്കോസുകാരാ, നമുക്ക് ഇന്ന വസ്ത്രം ധരിക്കാൻ യോഗ്യമല്ല, നമുക്ക് ഇന്ന ഭക്ഷണം കഴിക്കാൻ ഒക്കത്തില്ല, നമുക്ക് ഇങ്ങനെ ഫംഗ്ഷന് പോകാൻ ഒക്കത്തില്ല, നമുക്ക് അവര് ഡാൻസ് കളിക്കുന്നത് പോലെ നമ്മൾ പൊട്ടുമൊക്കെ തൊട്ട് കണ്ണുമൊക്കെ എഴുതി എല്ലായിട്ട് നമ്മൾ നമുക്ക് ഇട്ടല്ല. ഇത് പെൺപിള്ളേരെ പറഞ്ഞു കൊടുക്കണം. അതല്ല, പഠിച്ചോട്ടി ഡാൻസ്. ഞാൻ കുച്ചിപ്പുടി പഠിച്ചു, എന്നാ പാസ്റ്റങ്ങളെ ഒന്ന് കാണിച്ചേ, നിന്റെ കുച്ചിപ്പുടി. ചിലയിടത്ത് ഉടനെ പാസ്റ്റ് പറയും, ബ്ലസ്സി എന്നാന്ന് കുച്ചിപ്പുടി കാണിച്ചടി. കുച്ചിപ്പുടി കാണിച്ച് അവസാനം അവൾ ഉച്ചി പിടിക്കും. ഉപദേശം പറഞ്ഞു കൊടുക്കണം കുഞ്ഞുങ്ങളോട്. അവർക്ക് അറിയത്തില്ല, പറഞ്ഞവരെ മനസ്സിലാക്കണം. നമുക്കിത് പാടില്ല. നമ്മൾ ദൈവമക്കളാ, നമ്മൾ ബന്ധുക്കോസുകാരാ, നമ്മൾ വേർപെട്ട ദൈവമക്കളാ. അങ്ങനെ കൊണ്ട് പറഞ്ഞു കൊടുത്തേ 10 എണ്ണത്തിൽ 1 എണ്ണം ശരിയാകുമെന്ന്. 10 ശരിയാകേണ്ടതാ. പ്രാർത്ഥിച്ചോ, 10 ശരിയാകും. നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകരുത്. ഇതൊക്കെ അകത്തോട്ട് കയറ്റിവിട്ട കുഞ്ഞുങ്ങൾ ലോകത്തിന്റെ എവിടെ പോയാലും ഇതിനകത്തോട് പ്രമാണമാകത്തിരിക്കുക. അവരെവിടെ പോയാലും പറയും ഇതാ പ്രമാണമെന്ന് പറയും. ചിലപ്പം പിള്ളേരുടെ വളർച്ചയിൽ ചില ബാലിശമായ സ്വഭാവങ്ങളും ഒക്കെ വരും, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ അകത്ത് ഈ വിത്ത് കിടക്കുകയല്ലേ. ഏതെങ്കിലും രാജ്യത്ത് ചെല്ലുമ്പോ ഒരു മഴ പെയ്യും, സൂക്ഷം ഇത് കിളുക്കും, കിളുക്കും 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 കിളുക്കും, സൂക്ഷം ഇത് കിളുക്കും. പ്രൈസ് ദി ലോർഡ്. മഴയാൽ നീ അതിനെ സ്തോത്രം, അതിന്റെ മുളയെ നീ അനുഗ്രഹിക്കും. സംവത്സരങ്ങളെ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവസരം കിട്ടുമ്പോ ഇത് അകത്തോട്ട് ഇട്ട് കൊടുക്കണം. വചനകത്ത് കയറട്ടെ. സ്തോത്രം. എവിടെ വെച്ചെങ്കിലും ദൈവം ഇടപെടും. ഏത് രാജ്യത്ത്, കുഞ്ഞുങ്ങളൊക്കെ പല രാജ്യത്തായിരിക്കും. മതി അകത്ത് വചനമുള്ളവൻ ഏത് രാജ്യത്ത് ചെന്നാലും 2 പിള്ളേര് നമുക്കൊരു പ്രാർത്ഥന തുടങ്ങാന്ന് പറയും. കേരളത്തിലെ പണ്ട് കാലത്ത് അങ്ങനെ വചനം അകത്തോട്ട് ഇട്ട് കൊടുത്തു. അതുകൊണ്ടാ കേരളത്തിലെ പഴയ ബന്ധുക്കോസുകാരുടെ തലമുറകളൊക്കെ ചെന്നിടത്തെല്ലാം കൂട്ടായ്മ തുടങ്ങിയില്ലേ? കൂട്ടായ്മ തുടങ്ങി. സ്തോത്രം. ചെന്നിടത്തെല്ലാം എന്നോട് ഒഴിമണ്ണിലെ ഉണ്ണുണിച്ചാനിരിക്കെ പറഞ്ഞു, പാസ്റ്റർ, അദ്ദേഹത്തിന്റെ അപ്പച്ചൻ പഴയ പാസ്റ്ററാണ്, ഒഴിമണ്ണിലെ കുഞ്ഞുമ്മ പാസ്റ്റർ. കുക്കുസാഹിബിന്റെ കാലത്ത് ഈ സത്യത്തിന് വേണ്ടി ഇറങ്ങിയ അപ്പച്ചനാ. അദ്ദേഹത്തിന്റെ മക്കള് ജോണിച്ചായനും ഉണ്ണുണിച്ചായനും അവറാച്ചനും ഒക്കെ. അതില് ഉണ്ണുണിച്ചായനെ എന്നോട് പറഞ്ഞ, പാസ്റ്ററെ, ഞങ്ങള് ബോംബെയിൽ ആരംഭകാലത്ത് ചെന്നപ്പോ ഞങ്ങള് കവ തുടങ്ങി. അല്ല, ഞങ്ങൾ വട്ട് കളിച്ച് കണക്കല്ലായിരുന്നെന്ന്. അതാ പുള്ളി ആ ഭാഷയാ പറഞ്ഞേ. അവര് തുടങ്ങിയതാ VT സഭ, ബോംബെ VT ചർച്ച് ഓഫ് ഗോഡ്. പിന്നെ ചെമ്പൂരും ഒക്കെ പിന്നീട് വന്നു.
60-65 കൊല്ലം മുമ്പ്. സ്തോത്രം. ദോഹയിൽ ചെന്നു, അന്നേരം സഭ തുടങ്ങി. അത് ദോഹ ചർച്ച് ഓഫ് ഗോഡ്. അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യമാണ്. അതിന്റെ കാരണം എന്നാ? ഈ വചനത്തിന്റെ വിത്തകത്ത് കയറി. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടണം. സ്തോത്രം. ഐസ്ക്രീം പിള്ളേർക്ക് കൊടുക്കാൻ ഒത്തില്ലെങ്കിൽ ഒരു വാക്യം കൊടുക്കണം. ചിലപ്പോൾ അവൻ പറയും എനിക്ക് കോല ഐസ്ക്രീം തരാൻ. കോലൊന്നും വേണ്ട, ഒരു വാക്യം അങ്ങോട്ട് കൊടുക്കണം. അകത്ത് കയറട്ടെന്നേ. ചെല്ലുന്നിടത്ത് അത് പ്രയോജനമായി തീരും. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. ഒരു കുഞ്ഞുങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോകരുത്. നമ്മുടെ ഹൃദയം ദൈവവചനം കൊണ്ട് നിറയണം. പിള്ളേർക്ക് ഉപദേശം പറഞ്ഞു കൊടുക്കണം. ആ ഉപദേശം അകത്ത് കയറിയാൽ അവർ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. ചെല്ലുന്നിടത്തെല്ലാം അനുഗ്രഹമായിരിക്കും. അവർ 2-ാം അധ്യായത്തിൽ ഉപദേശം കൈക്കൊള്ളുന്നില്ല ചിലര്. എന്നാൽ നമുക്ക് ഉപദേശം ആവശ്യമാണ്. അധികം വിവരിക്കുന്നില്ല. 3-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇവരുടെ ഇടയിൽ പിണക്കം. 3:3. കണ്ടോ? നിങ്ങളുടെ ഇടയിൽ എന്തോ ഉണ്ട്? ഈർഷ്യയും പിണക്കോ. അപ്പൊ ഇവരുടെ ഇടയിൽ ഈർഷ്യ പിണക്കം ഇരിക്കുന്ന ഇവരുടെ ഇടയില്. 1:4 എന്തുവായിരുന്നു ഇവരുടെ ഇടയില്? 1:4 നിങ്ങൾക്ക് ആ ക്രിസ്തുവേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവന് നിങ്ങൾ വിശേഷാൽ സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ല. അപ്പൊ 1:4 മുതൽ പഠിക്കുമ്പോൾ ഒരു കൃപാവരത്തിലും മുഴുവൻ കൃപാവരവും കൊരിന്തിലുണ്ട്. 3:3 വായിക്കുമ്പോ എന്തുകൊണ്ട്? ഒന്നിൽ എന്താ ഉണ്ട്? 3:3 ഓരോ ഉറവെന്ന് എങ്ങനെ ഇത് വരുന്നേ? സ്തോത്രം. സ്തോത്രം. അത് പാടില്ല. 3-ാം അധ്യായത്തിൽ പ്രധാനപ്പെട്ട വിഷയം ഇതാ. ഇനി 4, 5, 6 അധ്യായങ്ങളൊക്കെ അടുക്കടുക്കായിട്ട് ചിന്തിക്കേണ്ടതാ. അതിന് മുതിരുന്നില്ല. കാരണം ആ എടുത്ത വാക്യത്തോടൊന്ന് കൂറ് പുലർത്തണമല്ലോ. അതുകൊണ്ട് അതെല്ലാം അങ്ങ് വിടുക. 10:5 നമ്മൾ കുർവാക്യം എടുത്തത്. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഇത് ആരുടെ കാര്യമാ പൗലോസ് പറയുന്നത് അവിടെ? ഇസ്രായേൽ മക്കളുടെ കാര്യമാ. 10:1 സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിന് കീഴിലായിരുന്നു. മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും വരെ ആത്മീയ ആഹാരം തിന്നു. എല്ലാവരും വരെ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച് ആത്മീയ പാറയെന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവാകുന്നു. 5-ാം വാക്യം. എങ്കിലും മിക്ക പേരിലും ദൈവം അവര് പ്രസാദിച്ചില്ല. അപ്പോൾ ഇസ്രായേൽ ചരിത്രമായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പിതാക്കന്മാരുടെ കാര്യം. ഈ പിതാക്കന്മാരെ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. പിതാക്കന്മാരാരാ? ആത്മീയ ഭാഷ നെടലും പൊരുളുമാണല്ലോ. പ്രതിരൂപ സ്വരൂപങ്ങളാ. പഴയ നിയമം നെടലും അതിന്റെ പൊരുളുകളാണ് പുതിയ നിയമത്തിൽ. അപ്പോൾ പ്രതിരൂപ സ്വരൂപങ്ങളായിട്ട് പഠിക്കുമ്പോൾ ഈ പിതാക്കന്മാരെ പറ്റി ഒറ്റ വാക്ക് പറഞ്ഞാൽ ഇവരാരാന്ന് ചോദിച്ചാൽ, 1 മിസ്രയീം വിട്ടുപോകുന്നവരാ. 2 അതിൽ പ്രധാനപ്പെട്ട വിഷയം കുഞ്ഞാടിനെ അറുത്ത് ചോരത്തളി ആചരിച്ചു. രക്ഷ. സ്നാനം, ചെങ്കടല്. മരുഭൂമിയിൽ പ്രവേശിച്ച് മന്ന ഭുജിച്ചു. കാടെ ഭക്ഷിച്ചു. പാറയെന്ന് ശുദ്ധവെള്ളവും കുടിച്ചു. ചുരുക്കി പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കൂട്ടായ്മ ആചരിച്ച്, തിരുമേശയും ഭുജിച്ച്, ആത്മാവിലും ബലപ്പെട്ട് വന്നവരാ. പക്ഷെ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം പ്രസാദിക്കുന്ന ഒരു ജീവിതമായിരിക്കണം. ദൈവം നമ്മളിൽ പ്രസാദിക്കുമ്പം മനുഷ്യരെല്ലാരും പ്രസാദിക്കുകയല്ല. അങ്ങനുണ്ട്. നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതമാണ് നയിക്കുന്ന. നമുക്ക് പ്രസാദിപ്പിക്കാൻ ഒക്കത്തില്ല. ദൈവപ്രസാദം എന്റെ മുൻപിൽ തിളങ്ങിടുന്നു. ദൈവ പ്രസാദം എന്റെ
മുൻപിൽ തിളങ്ങിടുന്നു ചൊല്ലാവതല്ല ഭാഗ്യമൻ പരമേശ, ചൊല്ലാവതല്ല ഭാഗ്യമൻ പരമേശ. പാടും നിനക്ക് നിത്യവും പരമേശ, പാടും നിനക്ക് നിത്യവും പരമേശ. കേടാകറ്റും നമ്മമ്മ നീടാർന്ന നായക, കേടാകറ്റും നമ്മമ്മ നീടാർന്ന നായക, പാടും നിനക്ക് നിത്യവും പരമേശ, പാടും നിനക്ക് നിത്യവും പരമേശ, പാടും പാടും ഞാൻ ജീവനുള്ള നാളെന്നും നാവിനാൽ, പാടും ഞാൻ ജീവനുള്ള നാളെന്നും നാവിനാൽ, വാടാതെ നിന്നെ വാഴ്ത്തുമേ പരമേശ, വാടാതെ നിന്നെ വാഴ്ത്തുമേ പരമേശ, പാടും നിനക്ക് നിത്യവും പരമേശ, പാടും. അപ്പൊ ശ്രദ്ധിക്കുക, ഇവര് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, തിരുമേശയൊക്കെ പൂജിച്ചവരാ. പക്ഷെ മിക്കവരിലും ദൈവം. എല്ലാവരും രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു മാർഗം, ഒരേ ഒരു വഴി, ഒരേ ഒരു വ്യക്തി, യേശുക്രിസ്തു മാത്രം. രക്ഷിക്കപ്പെട്ട എല്ലാവരും സ്നാനപ്പെടണം. അത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലായിരിക്കണം. യേശുനാമത്തിൽ നിന്ന് മുങ്ങേച്ചാലേ നടക്കരുത്. പിതാവിന്റെയും, യേശു അങ്ങനല്ലേ പറഞ്ഞേ. യേശുവിനേക്കാളും വലിയ ആളൊന്നും ആകണ്ട. ഞാൻ ഇങ്ങോട്ട് പോരാൻ നേരത്ത് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുക, പഞ്ചാബിന് പോകാൻ നേരത്ത് ട്രെയിനാണ് അങ്ങോട്ട് പോയത്. ഞങ്ങളുടെ ട്രെയിൻ വരാനായിട്ട് അല്പം താമസം. വേറൊരു ട്രെയിൻ വന്നു നിന്നു. ഞാൻ ഈ പരുവത്തിനിരിക്കുക. ട്രെയിനിൽ നിന്നൊരാള് ഇറങ്ങി ഇങ്ങോട്ട് വന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടാമോ? ഞാൻ പറഞ്ഞ ഓക്കെ. ഏതാന്ന് പോലും എനിക്കും അറിയാൻ മേല. അന്നാ എവിടുന്നാ വരുന്നേ എന്താ ചോദ്യം. പുള്ളി നിന്നില്ല, പുള്ളി നേരെ പോയി. ഇപ്പോഴും അറിയാൻ മേല ഏതാന്ന്. അന്നാ എനിക്ക് ഒന്ന് എവിടാ പുള്ളി, ഇത് വിഷയമേ അല്ല. അല്ല ട്രെയിൻ ഇറങ്ങി ഇങ്ങോട്ട് വന്ന ചെന്നെ കണ്ടു. യേശുക്രിസ്തു സാധ്യം മുങ്ങാവോ? നേരെ പോയി. ഇനിയിപ്പോ എവിടെ വെച്ചാലും കാണുമായിരിക്കും, എനിക്ക് അറിയത്തില്ല ആരാന്ന്. ആട്ടെ. അപ്പൊ എല്ലാവരും രക്ഷിക്കപ്പെടണം, എല്ലാവരും സ്നാനപ്പെടണം, എല്ലാവരും ആത്മസ്നാനം പ്രാപിക്കണം, വേർപാടും പാലിക്കണം. അതുകൊണ്ട് മാത്രം അങ്ങ് തൃപ്തിപ്പെടരുത്. എല്ലാത്തിലുപരി ദൈവം പ്രസാദിക്കണം. ഈ അനുഭവങ്ങളിൽ കൂടിയൊക്കെ ഇസ്രായേൽ യാത്ര ചെയ്തെങ്കിലും പക്ഷെ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഇടയ്ക്ക് കയറി പറയാം, ദൈവം പ്രസാദിക്കണമെങ്കിൽ അതിന് വില കൊടുക്കണം. ചുമ്മാതൊന്നും വെക്കത്തില്ല, വില കൊടുക്കണം. നിങ്ങൾക്ക് വചനം അറിയാമല്ലോ. നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുവേശു ഈ ഭൂമിയിൽ അവതരിച്ചു കന്യാസൂനുമായി. തിരുവെടുത്ത മുന്നമേ കുറിച്ചു വെച്ചതനുസരിച്ച് യെശയ്യാവ് പറഞ്ഞല്ലോ, കന്യക ഗർഭിണിയായ ഒരു മകനെ ആ വചനം നിവർത്തിക്കപ്പെടുക. 6-ാം മാസത്തിൽ ഗബ്രിയേൽ മാലാഖ വന്ന കാര്യമൊക്കെ പറഞ്ഞു. മറിയ വിശ്വസിച്ചു. ഉദരത്തിൽ കുഞ്ഞുരുവായി. പ്രസവകാലം തികഞ്ഞു. ആദ്യജാതനെ പ്രസവിച്ചു. അപ്പോൾ വെളിമ്പ്രദേശത്ത് ആടുകളെ തീറ്റി കിടന്ന ഇടയന്മാർക്ക് പെട്ടെന്ന് സ്വർഗീയ ദൂതന്മാരുടെ ഗാനാലാപം. സർവ്വജനത്തിനും ഉണ്ടാകാനുള്ളൊരു മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. നിങ്ങൾക്കായിട്ടൊരു ശിശു ഭൂമിയിൽ ഭൂജാതനായിട്ടുണ്ട്. നിങ്ങൾക്ക് അടയാളമോ ശീലക ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. അപ്പൊ ഗാനാലാപത്തിൽ ഒരു പ്രയോഗമുണ്ട്.
സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ആ ആ പിന്നെ പറ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രസംഗിച്ച് അങ്ങനെ തെളിയണ്ട. അതാരും അത്യുന്നതങ്ങളിൽ ദൈവത്തിന് പിന്നെ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക്. അപ്പൊ വാക്യങ്ങളെല്ലാം കൂടെ ചേർത്ത് പഠിച്ചാൽ ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു, ദൈവത്തിന് പ്രസാദമായി. പ്രസാദവർഷം പ്രസംഗിക്കാനാന്നല്ലോ, അവിടത്തേക്ക് പ്രസാദമാ. സ്തോത്രം. കന്യകാസുതനായി ധരയിൽ വന്നുദിച്ച ധന്യനിമ്മാനുബലിവൻ താനേ. കന്യകാസുതനായി ധരയിൽ വന്നുദിച്ച ധന്യനിമ്മാനുബലിവൻ താനേ. ഇവനെ 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 ക്രിസ്തു രക്ഷകൻ ഇവൻ താനേ. ഇവനെ 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 ക്രിസ്തു. ആദിയിൽ പറുദീസിൽ നാഥൻ വാക്കു ചൊന്ന നാരികിൻ സന്തതി ഇവൻ താനേ. ആദിയിൽ പറുദീസിൽ നാഥൻ വാക്കു ചൊന്ന നാരികിൻ സന്തതി ഇവൻ താനേ. ഇവനെ 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 ക്രിസ്തു രക്ഷകനിവൻ താൻ. പാടാനും വയ്യ, തന്നെ എല്ലാ സമയത്തെയും ഭയപ്പെടുന്നു. നിങ്ങൾ ചിലര് പാടി സഹായിച്ചു, നന്ദി. അപ്പൊ ശ്രദ്ധിക്കുക, അവിടുത്തെ തിരുപ്പിറവിയുടെ സമയത്ത് സ്വർഗീയ ദൂതന്മാരുടെ ഗാനാലാപത്തിൽ കേട്ടത് ദൈവപ്രസാദമെന്ന, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള. അപ്പോൾ വേറെ വാക്യം കൊണ്ട് ചേർത്ത് അങ്ങോട്ട് പഠിച്ചാൽ അവിടുത്തെ തിരുപ്പിറവി അവിടത്തേക്ക് പ്രസാദമായിരുന്നു. അപ്പൊ ജനനമേ പ്രസാദമാണ്. 12-ാമത്തെ വയസ്സിൽ വെല്ലുവള്ളി പോയി. അപ്പച്ചനും അമ്മച്ചിയും ഉണ്ടായിരുന്നു. തിരിച്ച് യേശു കൂടെ പോകുന്നില്ല, പള്ളിയിലിരുന്നു. ആൾക്കാരുടെയൊക്കെ കൂട്ടത്തിൽ കാണുമെന്ന് ഓർത്ത് അപ്പനും അമ്മയും. പിന്നീട് മനസ്സിലായി കൂടെ കൊച്ചില്ലെന്ന്. തിരിച്ചു ചെന്നു. അന്നേരം അവിടത്തേക്ക് പ്രസാദമുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ശാസ്ത്രിമാരെല്ലാം അമ്പരന്ന് പോയി. പാട്ടൊക്കെ വരുന്നുണ്ട്. അതാ അച്ഛനാന്ന് പറ. ഒരു പറ്റി പാടട്ടെ. 12-ാം വയസ്സിങ്കൽ യേശുവേ നീ നിന്റെ തന്തതല്ലയോടൊരുമിച്ച് ജഗം. 12-ാം വയസ്സിങ്കൽ യേശുവേ നീ നിന്റെ തന്തതല്ലയോടൊരുമിച്ച് ജഗം. സമ്പ്രതി പതിച്ച വീടെ കണ്ട ശാസ്ത്രി വൈര്യരോട് ധർമ്മഭാഷണം നടത്തിയേ മോദിച്ചും നീ സിയോൻ മണവാളനെ. ശ്രീ നരപതിയേ സിയോൻ, ശ്രീ നരപതിയേ സിയോൻ. നാശപാത്രമായ ലോകം ആകെയുത്തരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. ശ്രീ നരപതിയേ സിയോൻ. അപ്പോൾ 12-ാമത്തെ വയസ്സിൽ വെല്ലുവിളിയിലിരുന്ന് ശാസ്ത്രിമാരുടെ അകവാള് വെട്ടത്തക്ക വിധത്തിൽ തിരുവചനം പറഞ്ഞു. അവിടത്തേക്ക് പ്രസാദമാണ്. പിന്നെ അമ്മയപ്പം എല്ലാം വന്ന് കണ്ട് വീണ്ടും വന്ന് അവർക്ക് കീഴടങ്ങി. അപ്പം പിന്നീടൊരു 30 വയസ്സ് വരെ
ഇടയ്ക്ക് പള്ളിയിലൊക്കെ പോകുന്നുണ്ട്. ന്യായമായി പഠിച്ചാൽ അപ്പനെ സഹായിക്കുകയൊക്കെ ചെയ്യുക. ഔസേപ്പിനെ തടിപ്പണിയായിരുന്നല്ലോ. അതിനകത്ത് പല കാര്യങ്ങളുണ്ട്. ഞാൻ വേറൊസത്തി എല്ലാം ക്ലിയർ ആയിട്ട് എഴുതാത്തത് കൊണ്ടെല്ലാം ഇപ്പൊ തീർത്ത് പറയാനൊക്കത്തില്ല. പിന്നെ നമ്മുടെ കേരളത്തിലെ രീതി അനുസരിച്ച് പല അറക്കാനും വാള് വെച്ച് അറക്കാനും ചിന്തേരിടാനും കൊത്തുളിയും ബീതുളിയും കൊട്ടുവടിയും ഒക്കെ ആണല്ലോ. എന്തായാലും കൊള്ളാം, മാതാപിതാക്കൾക്ക് സഹായമായിരുന്നു. ആ 30 വർഷത്തെ ജീവിതം കഴിഞ്ഞ് സ്നാനപ്പെടാനായിട്ട് ആരും എടുത്തോണ്ടല്ല വന്ന്, അവിടുന്ന് നടന്നാ വന്നത്. അങ്ങനെ ആ സ്നാനപ്പെടേണ്ടത്, അല്ലാതെ ഉറങ്ങരുതേ സ്നാനപ്പെടുത്തും അങ്ങനൊന്നും അല്ല. അതിനിടയ്ക്ക് കുപ്പിപ്പാലും വെച്ചു കൊടുത്ത് അവിടെ നിന്ന് നടന്നു വന്നു. സ്തോത്രം. സ്നാപക യോഗനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ, സ്നാപക യോഗനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ ഗലീല നാട്ടിൽ നിന്നും ദൂരത്തു വന്നു നാഥൻ. ഗലീല നാട്ടിൽ നിന്നും ദൂരത്തു വന്നു നാഥൻ. നമുക്കു മാതൃകയാം തന്നെ തുടർന്നു പോകുക നാം. നമുക്ക് മാതൃകയാം തന്നെ തുടർന്നു. നമ്മുടെ മാതൃക യേശുവാ. അവിടുന്ന് നടന്നു വന്ന് യോഹന്നാന്റെ കൈകീടി സ്നാനപ്പെടുക. ഒന്നും വിവരിക്കുന്നില്ല. യോഹന്നാൻ തടഞ്ഞപ്പം പറഞ്ഞു, ഇപ്പൊ സമ്മതിക്ക്. സ്നാനപ്പെടുത്തി. സ്വർഗം തുറന്നു. സ്വർഗം തുറന്നിട്ട് ഒരു ശബ്ദം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ. അപ്പോൾ അനാദിയായി ശാശ്വതമായുള്ള ദൈവം കന്യാസൂനമായി ഭൂമിയിൽ അവതരിച്ചത് അവിടത്തേക്ക് പ്രസാദമായി. സാക്ഷ്യപ്പെടുത്തി. 30 വർഷത്തെ ജീവിതം അവിടത്തേക്ക് പ്രസാദമായി. ആ 30 വയസ്സിൽ ആ സ്നാനപ്പെടുന്നതിന് പറയാ, ഇവന് ഞാൻ പ്രസാദിച്ചിട്ടുണ്ടെന്ന്. 30 വയസ്സ് മുതല് 3.5 വർഷത്തോളം ഏകദേശം, ചിലപ്പോൾ ഡേറ്റ് വല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കേറി എന്നെ കൊത്തരുത്. എനിക്ക് പേടി, അതുകൊണ്ടാണ്. 3:10 സ്നാനം, 3:30 വേല, 3:10 സ്നാനം, 3:10 3:10 സ്നാനം, 3:30 വേല. ഇങ്ങനെ പൂതലെ സഞ്ചരിച്ചു നാഥൻ. പാരിൽ പലതരം വേലകൾ ചെയ്തു താൻ. ഭൂതപിശാചിൻ തലയെ തകർത്ത പുരുഷനെ കണ്ടേൻ, ഉത്തമം പുരുഷനെ കണ്ടേൻ. അപ്പോൾ 3.5 വർഷത്തെ ശുശ്രൂഷ. ജനനം അവിടത്തേക്ക് പ്രസാദം. 30 വയസ്സിൽ വീട്ടിൽ ഉണ്ട്. ആ 30 വർഷവും സ്വർഗത്തിന് പ്രസാദം. 30 മുതൽ ഏതാണ്ട് 3.5 കൊല്ലം ശുശ്രൂഷ. ആ ശുശ്രൂഷ തീരാറായപ്പം ഏൽപ്പിച്ച പ്രവൃത്തിയെല്ലാം തികച്ച് നിവൃത്തിയാകാൻ പോവുക. അന്നേരം മറുരൂപമലെ പോയി പ്രാർത്ഥിച്ചു. സന്തത സഹചാരിയായി ശിഷ്യന്മാരും കൂടെയുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ മുഖഭാവം എല്ലാം മാറി. വസ്ത്രമാണ് ഭൂമിയിൽ ഒരലക്കുകാരനും അലക്കി വെളുപ്പിക്കാൻ പറ്റാത്ത വണ്ണം വെണ്മ. പെട്ടെന്നൊരു ഇടി മുഴങ്ങി. ആ ഇടിനാദത്തോടു കൂടെ വേറൊരു ശബ്ദം, ഇവന്റെ പ്രിയപുത്രനാണ്, ഇവന് ഞാൻ എന്ന് പറഞ്ഞാൽ 3.5 വർഷത്തെ ശുശ്രൂഷയും അവിടത്തേക്ക് പ്രസാദമാണ്. ജനനം പ്രസാദം. 30 വയസ്സിൽ വീട്ടിലുണ്ടായിരുന്ന 30 വയസ്സ് വരെ അതെല്ലാം പ്രസാദം. 30 സ്നാനപ്പെട്ട് 3.5 കൊല്ലം ശുശ്രൂഷ അവിടത്തേക്ക് പ്രസാദം. ദൈവം പ്രസാദിക്കണം. ഇന്ന് രാത്രി നമ്മുടെ ജീവിതം ഒന്ന് സമർപ്പിക്കണം. വീട്ടിലായാലും ജോലി സ്ഥലത്തായാലും സഭയിലായാലും പഠിക്കുന്നിടത്തായാലും കോളേജിലാണെങ്കിലും ബിസിനസ് രംഗങ്ങളിലായാലും ദൈവത്തിന് പ്രസാദമുള്ളൊരു ജീവിതം അതാ ദൈവം ഉദ്ദേശിക്കുന്നത്. ഇന്ന് രാത്രി നമുക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം.
എന്നാൽ ഇസ്രായേൽ മക്കളെ പറ്റി പറയുക, മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അതെന്താ കാരണം? 10-ാം അധ്യായത്തിന്റെ 6 മുതൽ 13 വരെ പഠിക്കുമ്പോൾ 6 കാര്യം പറഞ്ഞിട്ടുണ്ട് പ്രസാദിക്കാൻ. 6 കാര്യം. ഞാൻ വേറെ പുസ്തകം പഠിച്ചപ്പോ 6 അല്ല 38 കൂട്ടം കാര്യമുണ്ട്. അത് ഞാൻ നാളെ പറയാം. 38 പറയാൻ ഒക്കുമെന്ന് അറിയത്തില്ല, ഒക്കുന്നിടത്തോളം. ഇവിടെ പൗലോസ് ഒരു 6 കാര്യം എടുത്തു പറഞ്ഞു പ്രസാദിക്കാൻ. എന്റെ 6 കാര്യം. അല്ല, 6-ാം വാക്യം മുതൽ 10-ന്റെ 6 മുതൽ 10-ന്റെ 13 വരെ പഠിക്കുമ്പോൾ 6 കൂട്ടം കാര്യം. 1, ദുർമോഹം. 2, തിന്നാനും കുടിക്കാനും എന്ത് കളിക്കാൻ എഴുന്നേറ്റു. മലയാളത്തിൽ കളിപ്പാനെന്നാ അല്ലയോ? ഞാന് തമിഴ്നാട്ടിൽ നിന്ന് പ്രസംഗിച്ചപ്പോൾ തമിഴ് വായിച്ചത് വിളയാടാൻ എഴുന്നേറ്റെന്ന. അതാ കുറച്ചുകൂടെ നല്ലത്. എല്ലാം അങ്ങ് വിളയാടുക. അപ്പൊ 1 ദുർമോഹം, 2 വിളയാട്ടം, 3 വിഗ്രഹ സേവ, 4 പരസംഗം, 5 ദൈവത്തെ പരീക്ഷിക്കുന്നു, 6 പിറുപിറുപ്പ്. ഈ 6 കാരണങ്ങൾ കൊണ്ട് ദൈവം ഇവര് പ്രസാദിച്ചില്ലെന്ന് പൗലോസ് അവിടെ എടുത്തു പറയുന്നു. എന്നാൽ ഒന്നുകൂടെ പുറകോട്ടിറങ്ങി പഠിച്ചാൽ 38 കൂട്ടം കാര്യം. അത് ദൈവം അനുവദിച്ചാൽ നാളെ സഭായത്തിൽ സംസാരിക്കാം. ഈ 6-നെ പറ്റി ഒന്ന് പരാമർശിച്ച് മറ്റേ 38 കൂട്ടം കാര്യം ഒക്കുന്നെങ്കിൽ ചിന്തിക്കാം. 3-4 മിനിറ്റ് ഉണ്ടല്ലോ, ഒരു കാര്യം പറയാം. 3 മിനിറ്റ് പറയട്ടെ. ഗുണമാകാന്നേ 3 മിനിറ്റിനാകട്ടെ. ദൈവം പ്രസാദിക്കാതിരുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം പറയാം. ഇവര് മിസ്രയീമിൽ നിന്ന് ഇങ്ങോട്ട് വിട്ടുപോന്നു. കൊയറുകാരും, ഇപ്പം ഈ കൊയറിന്റെ ലീഡ് ചെയ്യുന്ന ആളിന് എന്നാ പറയുന്നേ, വർഷിപ്പ് ലീഡർ. കുറ്റം പറയല്ല, അതൊക്കെ നല്ലതാ. അപ്പൊ വർഷിപ്പ് ലീഡറും കൊയറിലുള്ളവരും ഒക്കെ പാസ്റ്റേഴ്സും കൂടെ ചേർന്ന് വർഷിപ്പിന് പറയുമല്ലോ, ചില ഡയലോഗുകളൊക്കെ നമുക്കുണ്ട്, നല്ലതാ. ചേർന്ന് ആ കരങ്ങൾ വീശി വീശി, ഓ പോരാ, ഇവനിങ്ങനെ തയ്യക്കാരൻ നിൽക്കുമ്പോൾ നിൽക്കുക. പഴയ ഇപ്പോഴല്ലേ മെഷി കറണ്ട്, പണ്ട് അങ്ങനല്ലല്ലോ. തുണി ഇങ്ങനെ ആ കരങ്ങൾ വീശി വീശി ഒരിക്കൽ കൂടെ ശക്തിയോടെ, പോരാ, നല്ല കുഴപ്പമില്ല ആട്ടെ. അപ്പൊ ഇവരെല്ലാം പാടുന്ന പാട്ടേരാന്നറിയാമോ? മിസ്രയീം വിട്ടതിൽ കേദീപാനിൽ ഒന്നും ആശ്വാസദേശമൻ. അങ്ങ് സങ്കടത്തോടാന്നല്ലേ പാടുന്നത്? അതാ അല്ല, പാടുന്ന സങ്കടത്തോടാ പാടുന്നെന്ന്, ട്യൂണല്ലെന്ന്. അപ്പം ഇവര് ചേർന്ന് പാടുക, മിസ്രയീം വിട്ടതിൽ. എന്നാൽ ശരീരം കൊണ്ട് ഇവര് മിസ്രയീം വിട്ടെങ്കിലും ഹൃദയം കൊണ്ട് ഇപ്പോഴും മിസ്രയീമില്ല. ഒരു വാക്യം തെളിവിന് വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 38. പെട്ടെന്ന് വായിര്, അറിവുള്ള വാക്യമാ. വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 7:38. ഉറക്കെ വായിര്. വായിച്ചു. ആ ആ മതി. ഇനി ഉറക്കെ ഒരാൾ വായിച്ചേ. ആ ആ അടുത്തത് ആ മതി. ചേർന്ന് പാടുക, കരങ്ങൾ വീശി വീശി പാടുക. ഏതാ? മിസ്രയീം വിട്ടതിൽ. പക്ഷെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുക, ശരീരം കൊണ്ട് മിസ്രയീം വിട്ടെങ്കിലും ഹൃദയം കൊണ്ട് ഇപ്പോഴും മിസ്രയീമില്ല.
കോട്ടയംകാരാരെങ്കിലും ഇതിനകത്തുണ്ടോ? ഉണ്ടേലും കൈ പൊക്കുകയല്ല. ആ, ഒന്ന് രണ്ട് പേര് കൈ പൊക്ക്, ഞാൻ കാണട്ടെ. അതിനെ കോട്ടയം ഉള്ളിലത്തെ തല വന്നോ? കൈ പൊക്ക് കാണട്ടെന്ന്. കോട്ടയത്ത് എവിടെയാ വീട്? ആ, മീനടം മാളിയപ്പടിയാന്നോ? എവിടെയാ വീട്? ആ, ഓടാ ഗുരുപ്പടയാന്നോ? അതോ അവിടെ രണ്ട് പൊക്ക്. ആ, അത് അപ്പൊ കോട്ടയംകാർക്ക് ഞാൻ പറയുന്ന പഴഞ്ചൊല്ലി പെട്ടെന്ന് പിടികിട്ടും. കോട്ടയത്ത് ഒരു പഴഞ്ചൊല്ലുണ്ട്, വഞ്ചി ഇപ്പോഴും തിരുനക്കരെ തന്നെ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വഞ്ചി ഇപ്പോഴും. അതിന്റെ സംഭവം ഇതാ, ആലപ്പുഴയ്ക്ക് പോകാൻ രണ്ടുപേര് വള്ളത്തെ കയറി, വൈകിട്ട് സന്ധ്യക്ക് കയറിയതാ, തുടങ്ങി ആലപ്പുഴ ചെല്ലണം, നേരം വെളുക്കുമ്പോൾ ചെല്ലണം. വള്ളത്തെ ചാടി കയറി നയമ്പെടുത്ത് തുഴഞ്ഞു, രണ്ടുപേരും തുഴഞ്ഞു, കൈയളക്കാതെ എങ്ങും ശ്രദ്ധിക്കുന്നില്ല, രണ്ടുപേരും തുഴയുക. അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നുമില്ല, എങ്ങോട്ടും നോക്കുന്നുമില്ല. നേരം പനപനാന്ന് വെളുത്ത് നോക്കിയപ്പോഴും വഞ്ചി പൊറുത്തും ചോദിച്ചു, ആലപ്പുഴ ആയോ? എവിടെ? അന്നേരാ നോക്കുന്ന, കെട്ടടിച്ചില്ല. വള്ളത്തിന്റെ നടുപ്പടിയിൽ ഒരു കയറ് കൊണ്ട് കെട്ടി, ആ കയറ് കരയ്ക്ക് ഒരു കുത്തി കൊളുത്ത് കെട്ടിയിരിക്കുക. വള്ളത്തെ ചാടി കയറി തുഴയെടുത്ത് നന്നായിട്ട് പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തുന്നുണ്ട്. വീശി വീശി ഒരിക്കൽ കൂടെ, ഓ ജീസസ്, ഇവൻ നിന്ന് പൊളയ്യ. പക്ഷെ ഇതുവരെ ഞങ്ങൾ പാസ്റ്റർമാർ ഏലായിട്ട് തരും. ഓ ശക്തിയോടെ ഒരു പാസ്റ്റർമാർ, ഞങ്ങൾ ഇളക്കണ്ടേ നിങ്ങളെ? പക്ഷേ വഞ്ചി ഇപ്പോഴും കരക്കത്തെ കെട്ടടിച്ചിട്ടില്ല. ശരീരം കൊണ്ട് ഇവര് മിസ്രയീം വിട്ടെങ്കിലും മനസ്സിലെ ഹൃദയം കൊണ്ടിപ്പോഴും മിസ്രയീമില്ല. അതാ ദൈവം പ്രസാദിക്കാഞ്ഞ്. ഈ ഭാഗം നാളെ പ്രസംഗിക്കാം. ബാക്കി അങ്ങ് പറഞ്ഞതേ ഉള്ളു. മിസ്രയീമിലെ കാര്യങ്ങളെല്ലാം നാളെ നമുക്ക് ദൈവത്തിന്റെ കൃപയ്ക്ക് അനുസരിച്ച് ചിന്തിക്കാം. ഇന്ന് രാത്രി ഒന്ന് സമർപ്പിക്കണം. ദൈവമേ, അവിടത്തേക്ക് പ്രസാദമുള്ളൊരു ജീവിതം, അവിടത്തേക്ക് ഇഷ്ടമുള്ളൊരു ജീവിതം ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നു. അടുത്തിരിക്കുന്ന ആരെയും വിധിക്കണ്ട, മറ്റുള്ളവരുടെ കുറ്റവും കുറവും ഒന്നും കണ്ടുപിടിക്കുകയല്ല. നമ്മെ ഒന്ന് ശോധന ചെയ്ത്, തിരുമേശയ്ക്ക് നമ്മൾ പറയുമല്ലോ തന്നെത്താൻ ശോധന ചെയ്യാൻ, നമുക്കൊന്ന് ശോധന ചെയ്ത് നമ്മുടെ കുറവുകളൊന്ന് ഏറ്റു പറയാം. ദൈവത്തിന് പ്രസാദമുള്ളൊരു ജീവിതം. എന്താ അമ്മേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടും ഞാൻ ഇന്ന് മോദമായി, എന്റെ ഇഷ്ടമൊന്നു വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഓ എന്റെ ഇഷ്ടമൊന്നു വേണ്ട പ്രിയനേ. കൈയടിച്ചു പാടിയാട്ടെ. അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഓ നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള ഓ നിൻഗിരിതാമ ചേർന്നു പാടിക്കോ. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള ഓ നിൻഗിരിതാമെന്ന് ഓ എന്മനം പുതുക്കി ഇടുന്ന നിത്യ എന്മനം പുതുക്കി എന്റെ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ. ഓ അങ്ങേ ഇഷ്ടം എന്നെ പൂർണ്ണമാക്കണേ. ഗോരി 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 അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഓ യേശു ക്രിസ്തുവിൻ ശരീരയാഗം അവനുള്ള ഇഷ്ടത്തിൽ ഞാൻ ശുദ്ധൻ. ഓ യേശു ക്രിസ്തുവിൻ ശരീരയാഗത്താൽ അവനുള്ള ഇഷ്ടത്തിൽ ഞാൻ ശുദ്ധനായി തീർന്നു. ഓ ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ. ഓ ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ. ഓ ഏകടേ പ്രിയ
നൽകണേ പ്രിയ എന്റെ ദൈവമേ. ഉടമാല വൈരമാല വേലമാല വൈരമാല വീരമാല വൈരമാല ഉടമാല വീരമാല വൈരമാല ഓ വീരമാല വൈരമാല വീരമാല വൈരമാല അർദ്ധവേദി വൈരരാജ വീരമാല വൈരമാല വീരമാല ഉടമാല വീരമാല വൈരമാല ഓ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നെ പൂർണ്ണമാക്കണേ എന്റെ ഇഷ്ടം വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നെ പൂർണ്ണമാക്കണേ എന്റെ ഇഷ്ടം ഉടമാല ബാല ബാല വീരമാല വൈരമാല ഉടയാല ധീരമാല എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ ഉടമാല ബാല ബാല വീരമാല വൈരമാല അർദ്ധവേദി വൈദ്യരാജ ധീരമാല വൈരമാല വീരമാല ബലമാല ഉടമാല ബാല വീരമാല വീരി ഉടജലമാല ധീരമാല ധീരമാല ഉടമാല ബാല വീരമാല വൈരമാല ഓ നിഗമാല ബാല വീരി വീരി നിഗമാല ഉടമാല ബാല വേലമാല വീരമാല ഉടജലമാല ധീരമാല ഓ നിഗമാല ബാല വീരമാല ഉടമാല ബാല വേലകല വൈദ്യരാജ ധീരമാല ഉടമോ ഓ ഈ ഉടമാല വൈരമാല വേലമാല വീരമാല വൈരമാല ഉടമാല ബാല വീരി വീരി നിഗമാല ഓ നിഗമാല ബാല ബാല അദൽകന ദിരി കുലി ഓ നിബല ബല 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 അദൽ കൈല ബല 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 വീരവച്ച സൈലൽ കബല ബല ബല അദമന ഉടബല ബല ബല വിരി വിരി നിഗമല ബല ബല ഉടല ബല 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 ദൈവത്തിന് മഗിത 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 ഉടമാല വൈരമാല വേലമാല ഓ നിഗമല ബല വീരജല ജല ജല ദിരി വിരി നിഗമല ഉടമാല ബല വീരമാല വൈരമാല ഓ നിഗമല ബല ബല വിരാജല ദിരി ദിരി ഉടതര ദിരി കർത്താവ് അനുവദിച്ചാൽ നാളെ സഭായോഗത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരപേക്ഷ, ദൈവത്തിന്റെ വലിയ കൃപയാലും അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ട് ഇതുവരെ നിൽക്കുന്നു. ഇനി നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. ഓർക്കുമ്പം കുടുംബമായിട്ടും വ്യക്തിപരമായിട്ടും ഒക്കെ സഭയായിട്ടും പ്രാർത്ഥിക്കണം. തിരുവല്ലയിൽ ഒരു കൂട്ടായ്മയുണ്ട്. നിങ്ങൾ ചിലരെ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. കണ്ടിട്ടുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. പലരും നാട്ടിൽ വരുമ്പം സഭയോ സന്ദർഭവും ലഭിക്കുകയാണെങ്കിൽ
നിങ്ങളെല്ലാം അങ്ങോട്ട് ക്ഷണിക്കുക. ഒരാഴ്ച വന്നാൽ മതി, പിന്നെ നിങ്ങളുടെ സഭയിൽ പോകണം. സ്തോത്രം. സഭ മാറാനല്ല പറഞ്ഞത്, എല്ലാവരും ക്ഷണിക്കുക.